ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ഒരു ദുരാത്മാവിനോ എന്റെ മേൽ അവകാശമില്ല. ദാരിദ്ര്യത്തിന്റെ ശാപത്തെ യേശുക്രിസ്തു ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ദിവ്യാരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് സകല സമൃദ്ധി അനുഭവിക്കും. ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇന്ന് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ നിങ്ങൾ തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ വില കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ നടക്കും, ദൈവപ്രവൃത്തികൾ ഉണ്ടായി വരും. ഇത് ദൈവത്താൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മുടെ ജീവിതത്തെ വലിയ കാര്യങ്ങളാൽ നിറയ്ക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പുതുതായി ജനിക്കുന്നവൻ ആത്മാവിൽ വചനത്തിലൂടെ വീണ്ടും ജനിച്ചു. ദൈവവചനത്തിന് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ലോകത്തെ ജയിക്കാൻ പറ്റും. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു വീണ്ടും ജനനം. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ അയക്കരുത്. ഈ സമയത്ത് നിങ്ങൾ വചനം കേൾക്കുവാനും ആലോചനകളെ ഏറ്റെടുക്കുവാനും ദൈവ പ്രവർത്തിക്കുള്ള സമയമാണ്. നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകരുത്. എപ്പോഴും ഓർത്തോണം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വചനം കേൾക്കാൻ വേണ്ടി വരുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് പറയുമ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുക. നമ്മുടെ ഭാരം മൊത്തം ആ വിഷയത്തിന്റെ അകത്ത് നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. വചനത്തിന്റെ അകത്ത് ഇരിപ്പുണ്ട് നിങ്ങളുടെ അത്ഭുതം. ഈ ദൈവിക വചനത്തിന്റെ അകത്ത് ഇരിപ്പുണ്ട് എനിക്ക് വേണ്ടിയുള്ള സകല വിഷയങ്ങളും അത്ഭുതം. ആമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട് നമ്മൾ വീണ്ടും ജനിക്കണം എന്ന കർത്താവിന്റെ വചനത്തിൽ കേൾക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ വചനം വീണ്ടും ജനിച്ച പൈതലിന് ദൈവസന്നിധിയിൽ വീണ്ടും ജനിച്ച ദൈവ പൈതലിന് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവകാശങ്ങളെ ദൈവം തുറന്നു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പൊ ദൈവികമായ അവകാശങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ വേണ്ടി വീണ്ടും വചനത്തെ നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം, നമ്മൾ ഇന്നലെ എടുത്തതിന്റെ ബാക്കി ഭാഗം പോലെ എടുക്കുവാണ്. പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിലെ ഒടുവിലത്തെ വാക്യം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ബൈബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും ജനനം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക എന്ന് ബൈബിളിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്നിട്ട് കുറേ കാര്യങ്ങൾ എപ്പോഴും പറയുന്നതാണ്. വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അടയാളങ്ങളെ പറ്റി പറഞ്ഞു. അവർ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും, മരണകരമായി യാടന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല എന്നിങ്ങനെ നമ്മൾ കുറേ വചനങ്ങൾ അവിടെ മർക്കൂസിന്റെ 16:16 കേൾക്കുവാൻ സാധിക്കും. അപ്പൊ ഇന്ന് ഈ സൂം പ്രയറിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയോടും, കർത്താവിന്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു, ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിന്റെ വലിയ പ്രവർത്തികളാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുവാൻ ഇടയായിത്തീരും. അപ്പൊ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ, വീണ്ടും ജനിച്ചിട്ടുള്ള ഒരു ദൈവ പൈതൽ, ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ കണക്റ്റഡ് ആകേണ്ടത്? നമ്മൾ പലപ്പോഴും, നിങ്ങൾ ഈ ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പല ആൾക്കാരുടെയും ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്, ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു മുൻപിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ പോയൊരു വ്യക്തിയായിരിക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ മതം മാറ്റമല്ല, ക്രിസ്തീയ ജീവിതം യേശുവിലേക്ക് വരുവാണ്. അപ്പൊ യേശുവിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആരാധന കൂട്ടായ്മ വേണം. എന്തുകൊണ്ടാണ് ആരാധന കൂട്ടായ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ വളരുവാനും വചനം പഠിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും ആത്മീയ അന്തരീക്ഷത്തിൽ, ഇപ്പം ഒരു കൂട്ടായ്മ, ഒരു സഭ എന്ന് പറഞ്ഞാൽ
ഒരു ദേവാലയം എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ ശരീരമാകുന്ന ആലയമാണ്. നമ്മൾ കൂടി വരുന്ന സ്ഥലത്തെ നമ്മൾ പള്ളി എന്ന് വിളിക്കാറുണ്ടെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ കൂട്ടായ്മയുടെ സ്ഥലമാണ്. പുതിയ നിയമത്തിലാകട്ടെ, പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയമാണെങ്കിൽ പുതിയ നിയമത്തിൽ ബൈബിൾ യേശുവിന്റെ ശരീരമാകുന്ന സഭയാണ്. ആമേൻ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ആരാധിക്കുവാൻ വേണ്ടി സഭയിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പ്രബോധനങ്ങൾ കേൾക്കാൻ വേണ്ടി വചനത്തിന്റെ. രണ്ട്, അവിടെ ദൈവികമായ കൃപാവരങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് മുൻപോട്ട് കർത്താവ് ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തടസ്സങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ അതിലെ എന്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ രക്ഷയിലേക്ക് വരുവാനും ആത്മീക വർധനവ് ലഭിക്കുന്ന സ്ഥലമാണ് കൂട്ടായ്മ അഥവാ പള്ളി എന്ന് നമുക്ക് വേണേൽ പറയാം. ആമേൻ. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി ദൈവവചനത്തിൽ കൂടുതൽ ആശ്രയിക്കണം. ദൈവവചനത്തിലും കൂട്ടായ്മയിലും കൂടുതൽ ആശ്രയിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ഈ ഒറ്റ വാക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് അതിന്റെ അർത്ഥത്തിലേക്ക് വരാൻ പറ്റും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 17 മുതൽ പറയുന്നു, എല്ലാ ദാനവും തികഞ്ഞ വരവൊക്കെയും എന്ത് ചെയ്യുന്നു? ഉയരത്തിൽ നിന്ന് വരുന്നു, വെളിച്ചത്തിലുള്ള പിതാവിങ്കിൽ നിന്നും ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദങ്ങളോ ആചാരമോ ഇല്ല. നാം അവന്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടത്തിന് ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എല്ലാ ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്ന് വരുന്നു. ആമേൻ. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സകല നന്മകളും വരുന്നത് ഉയരത്തിൽ നിന്നാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ സകല അനുഗ്രഹങ്ങളും വരുന്നത് ഉയരത്തിൽ നിന്നാന്ന് പറ. എന്റെ സകല അനുഗ്രഹങ്ങളും വരുന്നത് ആമേൻ. എൻ്റെ സകല നന്മകളുടെയും ഉറവിടം ഉയരത്തിൽ നിന്നാണ്. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മൾ അവന്റെ സൃഷ്ടിയിൽ ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടത്തിന് ഹേതുവായി സത്യവചനത്താൽ നാം ജനിച്ചിരിക്കുന്നു. അപ്പൊ വചനത്താൽ നാം ജനിക്കുമ്പോൾ നമുക്കൊരു സോഴ്സ് ഉണ്ടാകും, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്ത്, നമ്മളെല്ലാം വീടിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് അരിയും മറ്റു സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? സൗജന്യമായി നമുക്ക് തന്നു, അല്ലേ? അപ്പൊ നമ്മൾ ആരെങ്കിലും അതിന് പൈസ കൊടുത്തോ? ഇല്ല. അപ്പൊ ഓരോ സഹായം അവർ ചെയ്യുമ്പോൾ നിങ്ങൾ പറയൂ, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് നമ്മൾ എന്തില്ല? അവരോട് പറഞ്ഞില്ല. കാരണം നിങ്ങളൊരു പൗരനായതുകൊണ്ട് പൗരന് കൊടുക്കുന്ന ചില അവകാശങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്കൻ ഗവൺമെന്റ് ഇന്ത്യയിലും കേരളത്തിലും താമസിക്കുന്ന ആൾക്കാർക്ക് കൊണ്ടുവന്ന് അരിയും പച്ചക്കറിയും ഒന്നും കൊടുക്കാഞ്ഞത് കോവിഡ് സമയത്ത്? കാരണം വെച്ചാൽ അവര് ഏത് രാജ്യമാണോ, ഏത് രാജ്യത്തിലെ പൗരന്മാരാണോ ആ പൗരന്മാർക്ക് എന്ത് കൊടുക്കും? അവരവിടുത്തെ ആ പൗരന്റെ അവകാശങ്ങളെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ ദൈവവചനത്താൽ ജനിക്കുന്ന വ്യക്തി ദൈവരാജ്യത്തിൽ ജനിക്കുന്നു. അപ്പൊ ദൈവരാജ്യത്തിൽ ജനിക്കുന്ന വ്യക്തി എല്ലാ ദാനവും, നോക്കി 17-ാമത്തെ വാക്യമുണ്ട്, എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ വെളിച്ചത്തിന്റെ പിതാവിങ്കിൽ നിന്ന് വരുന്നു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവമാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന നിങ്ങൾ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങൾ, എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ കാലഗതിക്കകത്ത് ജീവിച്ച നമ്മൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു, അല്ലേ? ഇപ്പൊ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം ആ സഹോദരി പറയുവാൻ ഇടയായി തീർന്നു. ഉദാഹരണമായിട്ട് പറയാം, ഇന്നലെ നമ്മൾ സാക്ഷ്യം കേട്ടായിരുന്നു. സഹോദരി നമ്മുടെ വുമൺസ് മീറ്റിങ്ങിന്റെ അകത്ത് പങ്കെടുത്ത സഹോദരി യൂട്യൂബിൽ കണ്ടപ്പോൾ പറയാൻ ഇടയായി തീർന്നു. ആ സഹോദരിയുടെ പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, പഞ്ചായത്ത് സംബന്ധമായിട്ടുള്ളൊരു പേപ്പറിന്റെ അകത്ത് വല്ലാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു. 3-4 പ്രാവശ്യം പേരെടുത്ത് കൂട്ടായ്മയിൽ സഹോദരി പറയാൻ ഇടയായി തീർന്നു. അപ്പൊ അതിനുശേഷം സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പം നിങ്ങൾ ഇരിക്കും, പഞ്ചായത്തിൽ ഒരു പേപ്പറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് ഇടപെടുന്നത്? അപ്പൊ നിങ്ങളുടെ ചില ആവശ്യങ്ങൾ തടയപ്പെടുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കേണ്ട പല നന്മകളും പല രീതിയിൽ ഗവൺമെന്റിൽ നിന്നായിക്കോട്ടെ എവിടെ നിന്നായിക്കോട്ടെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഈ ലോകത്തിൽ തടയപ്പെടുമ്പോൾ അത് കർത്താവിന്റെ കൂട്ടായ്മ ആചരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവരാജ്യം ഇടപെടുന്നു. ആമേൻ. ഇപ്പൊ ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ സാധാരണ മനുഷ്യൻ ഈ ലോകത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത് നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്നും പിതാവിങ്കിൽ നിന്നും എനിക്ക് വന്നുകൊണ്ടേയിരിക്കും. ആമേൻ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സകല നന്മകളുടെ ഉറവിടം പിതാവിങ്കിൽ നിന്നാണ്. ഇത് ആർക്കാ ലഭിക്കുന്നത്?
സത്യവചനത്താൽ ജനിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാ. അപ്പൊ ഇത് ആർക്കേ ലഭിക്കത്തുള്ളൂ? ദൈവരാജ്യത്തിൽ ജനിച്ചവർക്കേ ഉള്ളൂ. ആമേൻ. അപ്പൊ അമേരിക്കയിൽ ജീവിക്കുന്നതല്ലെങ്കിൽ യൂറോപ്പിൽ ജീവിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു അവിടെ ആ രാജ്യങ്ങൾക്ക് പലവിധമാകുന്ന ദാനങ്ങളും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും അത് വേണമെന്ന് പറഞ്ഞ് നടക്കത്തില്ല. ആ രാജ്യത്തിലെ പൗരന്മാർക്കാണ് അത് ലഭിക്കുന്നത്. യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ ബൈബിൾ പറയുന്നു വചനത്താൽ നാം ജനിക്കുന്നു. അപ്പൊ വചനത്താൽ ജനിക്കുന്ന സമയത്ത് ദൈവരാജ്യത്തിൽ ജനിച്ച ഒരു വ്യക്തി ഏത് പ്രശ്നങ്ങൾ വന്നാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൽ ഒരു സോഴ്സ് ഉണ്ട്. ഞാനൊരു സാക്ഷ്യം ഒന്ന് കേൾപ്പിക്കാൻ പ്രയർ ലൈനിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ വചനം കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ കഴിയും. ആ സാക്ഷ്യം ഒന്ന് കേൾക്കാൻ പറ്റുന്നവർ പ്ലേ ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണോ? ക്ലിയറാ. ഓക്കെ, ഞാനിത് പ്ലേ ചെയ്യുവാണേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. പാസ്റ്ററെ, ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വിളിച്ചിട്ട്. പിന്നെ എനിക്ക് ഇന്നലെ രാവിലെ എഴുന്നേറ്റ സമയത്ത് കാലിൻ്റെ മുട്ടിന് കുറച്ചങ്ങ് എണീറ്റ് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് എണീറ്റ് അങ്ങ് നടന്ന് ഡൈനിങ് ഹാളിൽ എത്തിയപ്പോൾ കാൽക്ക് ഭയങ്കര വേദന. എനിക്ക് നടക്കാനേ പറ്റുന്നില്ല. കാല് തളർന്നു പോകുമ്പോൾ പോലെ തോന്നി. മുട്ടിൻ്റെ അടുത്ത സൈഡിൽ നിന്ന് ഭയങ്കര വേദന. അങ്ങനെ ഞാൻ പതുക്കെ എങ്ങനെയോ ഞാൻ നടന്ന് അടുക്കളയിലിരുത്ത് അവിടെ പോയി നിന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കാല് തളർത്തരുതേ. തളർന്നു പോയാൽ എൻ്റെ മൂക്ക് 6:20 ജോലിക്ക് പോവാണ്ട് ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ചെയ്യണം, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ദൈവമേ എനിക്ക് ശക്തി തരണം, ആരോഗ്യം തരണം എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ബ്രദർ പറഞ്ഞു തന്ന വചനം ഞാൻ പറഞ്ഞു, സാക്ഷാൽ ദൈവം നമ്മുടെ രോഗങ്ങളെ ചുമന്നു, വേദനകളെ വഹിച്ചു, മനുഷ്യരുടെ അതിക്രമ നിമിത്തം മുറിവേറ്റു, അകൃത്യ നിമിത്തം തകർന്നു. മനുഷ്യരുടെ സമാധാനത്തിന് വേണ്ടി സകല ശിക്ഷകളും ദൈവം സ്വന്തം ശരീരത്തിൽ വഹിച്ചു എന്ന് ഞാൻ വചനം പറഞ്ഞു. കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം എൻ്റെ ദൈവം തന്നിരിക്കുന്നു എന്നെ പ്രാർത്ഥിച്ചു ഞാൻ. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു. കർത്താവേ, അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം പൂർണ്ണ സൗഖ്യം എനിക്ക് തന്നു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അടുക്കളയിൽ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങണം, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ദൈവമേ, എനിക്ക് പൂർണ്ണ സൗഖ്യം ദൈവം തന്നു. ദൈവത്തിന് മഹത്വം. കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. വചനം പറഞ്ഞു തരുന്ന ശുശ്രൂഷിക്കുന്ന ദൈവദാസനും നന്ദി പറഞ്ഞാൽ മതിയായില്ല. ദൈവദാസന്റെ കുടുംബത്തെയും ദൈവദാസനെ കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടുതലായി ബലപ്പെടുത്തട്ടെ. ദൈവം ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം നമ്മൾ എല്ലാവരും കേട്ടുമില്ല ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നോർമൽ സാക്ഷ്യമല്ല. പ്രിയ സിസ്റ്റർ എണീറ്റ സമയത്ത് അതികഠിനമായിട്ടുള്ള ഒരു വേദന വന്നു. നമുക്കറിയാം, നമുക്കൊരു സാധാരണ വേദനയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സാക്ഷ്യത്തിലോട്ടോ പ്രാർത്ഥനയിലേക്കോ പോകത്തില്ല. അതികഠിനമായ വേദന. നമുക്കറിയാം, പല ആൾക്കാരുടെയും ജീവിതത്തിൽ പല തളർച്ചകളും ഒരാളുടെ ജീവിതത്തിൽ ചെറിയൊരു വേദനയിൽ ആരംഭിച്ച് അത് പിന്നീട് വലിയ രോഗത്തിലേക്ക് പോകുന്നതാണ്. സഹോദരി പറഞ്ഞ വല്ലാത്ത ബുദ്ധിമുട്ടായി നടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു, വല്ലാത്തൊരു ഭാരപ്പെട്ടു. മാനുഷികമായിട്ട് പറഞ്ഞ കർത്താവെ നീ എന്നെ തളർത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് സഹോദരൻ മനസ്സിലേക്ക് ഉടനെ കേട്ട വചനം, അതാണ് പഠിച്ച വചനം, പഠിപ്പിച്ച വചനം ഓർമ്മ വന്നത്. കർത്താവ് എൻ്റെ വേദന, എൻ്റെ അതിക്രമ നിമിത്തം മുറിവേറ്റു, എൻ്റെ അകൃത്യ നിമിത്തം തകർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മുറിവിനാൽ എൻ്റെ സൗഖ്യം വന്നിരിക്കുന്നു. നോക്കിക്കേ, ആദ്യം പറഞ്ഞത് സഹോദരി എന്താ പറഞ്ഞത്? കർത്താവ് എന്നെ തളർത്തരുതെന്ന് പറഞ്ഞ് പെട്ടെന്നാണ് ദൈവം തളർത്തുന്ന ദൈവമല്ല, അവൻ എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ഉടനെ പറയാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ പറയാൻ തുടങ്ങി. എൻ്റെ അതിക്രമ നിമിത്തം മുറിവേറ്റു, എൻ്റെ അകൃത്യ നിമിത്തം തകർന്നിരിക്കുന്നു. നോക്കിയേ, നിമിഷ നേരം കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ പോലും കഴിയാത്ത, ചിലപ്പോൾ അത് തളർന്നു പോയതിനെ തളർന്നു പോകേണ്ട ചിലപ്പോൾ അവസ്ഥയായിരിക്കും, നമുക്കറിയത്തില്ല. എന്നേക്കുമായ കാലുകളുടെ ചലനം നഷ്ടപ്പെട്ടേക്കാം, അറിയത്തില്ല. എന്തുവാണെങ്കിലും ആ വേദന, നിമിഷ നേരം കൊണ്ട് നടക്കാൻ പോലും കഴിയാതിരുന്ന വേദന, കാലുകുത്താൻ പോലും കഴിയാതിരുന്ന വേദന നിമിഷ നേരം കൊണ്ട് അവിടുന്ന് വിട്ടുമാറി. നോക്കിക്കേ, എവിടുന്ന് വന്നു? ഉയരത്തിൽ നിന്ന് വന്നു.
ലോകപ്രകാരം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം സഹോദരി പറയാൻ ഇടയാ തീർന്നു. കോട്ടയം മീറ്റിംഗിൽ വന്നൊരു സഹോദരിക്ക് വേണ്ടി നമ്മളെ സാക്ഷ്യം കേട്ടതാണ്. പരിശുദ്ധാത്മാ സഹോദരിക്ക് വേണ്ടി ഇടപെട്ടു. ദൈവം ഒരു കാര്യം, എന്തോ ഞാൻ ഓർക്കുന്നില്ല സാക്ഷ്യമെങ്കിൽ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന സമയത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു, അത് അത്ഭുതമായി തീരാൻ വേണ്ടി ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അപ്പോൾ സഹോദരി സാക്ഷ്യം പറഞ്ഞു, ഒരു ദിവസം എണീറ്റ സമയത്ത് കൈയുടെ ചലനം നഷ്ടപ്പെട്ടു പോയി, കൈ ചലിക്കാൻ കഴിയുന്നില്ല, തളർന്നൊരവസ്ഥയിലായിപ്പോയി. ഒരു കൈ അനങ്ങും, ഒരു കൈ അനങ്ങുന്നില്ല, ഒരു വശത്ത് എന്തൊക്കെയോ ബുദ്ധിമുട്ടായി, ചലിക്കാൻ പറ്റാതെ വണ്ണം വിരലുകളോ കൈകളോ ചലിക്കാൻ പറ്റാതെ സ്റ്റക്കായി പോയി. ആ സഹോദരി പെട്ടെന്ന് പാനിക്കായി, സങ്കടപ്പെട്ടു. പെട്ടെന്നാണ് എല്ലാ ദിവസവും ആ സഹോദരി ആ പ്രവചനം കേട്ട് പറയുമായിരുന്നു, ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ആ തളർന്നു പോയ കൈയെ നോക്കിയിട്ട് കൈ വെച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. നോക്കിക്കേ, ഒരു വശം മൊത്തം പുള്ളിക്കാരിക്ക് ചലിക്കാൻ വയ്യാതെ വന്ന് നിമിഷ നേരം കൊണ്ട് അത് റിക്കവറായി, അത് സൗഖ്യം ലഭിച്ചു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് എപ്പോഴാണോ പ്രതികരിക്കുന്നത്, ആ നിമിഷം മുതൽ ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി സാങ്ഷൻ ആയിരിക്കുന്നത്, റിലീസ് ചെയ്തെടുക്കുവാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം, സ്വർഗത്തിലെ ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ പലർക്കും അത് റിലീസ് ചെയ്യുവാൻ അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും, റേഷൻ കട വന്നിരിക്കുന്ന സമയത്ത് അരിയും പഞ്ചസാരയും മറ്റുമൊക്കെ വന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടും അല്ലേ? നമ്മൾ പറയാം, വീട്ടിൽ കൊണ്ട് തന്നാൽ ഞാനത് മേടിക്കാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു റേഷൻ കടക്കാരൻ എന്ത് ചെയ്യത്തില്ല, വീട്ടിൽ കൊണ്ടും തരത്തില്ല. നമ്മൾ അവിടെ ചെന്നത് റിസീവ് ചെയ്യണം, നമ്മൾ അതിനെ റിലീസ് ചെയ്യണം. ഇതേപോലെ തന്നെ ദൈവരാജ്യത്തിൽ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്ക് വേണ്ടിയും ദൈവം സകല നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്നും വെളിച്ചത്തിന്റെ പിതാവിൽ നിന്നും ഇറങ്ങി വരുന്നു. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ കർത്താവിനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ആമേൻ. അപ്പൊ ഇതെല്ലാം നമുക്ക് ദാനം ചെയ്തു കഴിഞ്ഞു. എന്നാൽ സൃഷ്ടി, ഇപ്പൊ ഞാൻ ഈ സാക്ഷ്യം കേൾപ്പിച്ചതിന്റെ കാരണം, ആ സഹോദരി ആ സമയത്ത് എന്ത് ചെയ്തു? എന്റെ കർത്താവെ, നീ എന്നെ തളർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമൺ എല്ലാവരും പറയുന്ന അതാ അല്ലേ? ഇപ്പം യേശുവിനെ അറിയാത്ത ആൾക്കാരും പറയും, എന്റെ ദൈവമേ എന്നെ തളർത്തരുതേ, എന്നെ എന്ത് ചെയ്തു? അപ്പൊ നമ്മുടെ ചിന്തയിൽ ദൈവം തരുന്നതായിട്ടാണ് നമ്മൾ ഇത് ഒരിക്കലും അല്ല. പെട്ടെന്ന് സഹോദരി ആ പ്രാർത്ഥനയിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് വചനം പ്രഖ്യാപിച്ചു. അവിടെയാ ഡെലിവറൻസ് ഉണ്ടായത്. തളർത്തരുതേ എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അവിടെ ദൈവമായിട്ട് ബന്ധമില്ല. കാര്യം ദൈവം തന്നതല്ല തളർച്ച. പക്ഷെ ആ സഹോദരി വചനം പറഞ്ഞപ്പോൾ ദൈവവുമായിട്ട് കണക്ഷനായി. ആ സഹോദരിക്ക് ദൈവം വെച്ചിട്ടുള്ള രോഗസൗഖ്യം, ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ ആ വേദന നിമിത്തം തളർന്ന് കിടക്കാം, ഒരു വശം തളർന്ന് പോകാം. പലർക്കും ചെറിയ വേദനയിൽ തുടങ്ങി വലിയ വേദനയിലേക്ക് പോയവരുണ്ട്. പക്ഷെ ആ സഹോദരി വിട്ടുകൊടുത്തില്ല, വചനം പറഞ്ഞു, അവിടുന്ന് കയറി വരുവാൻ ഇടയായി തീർന്നു. അപ്പൊ മറ്റു ചിലർ പറയാറുണ്ട്, ബ്രദറെ, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അന്തരീക്ഷമല്ല, പലപ്പോഴും എനിക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോലും മാനസികാവസ്ഥയിൽ. അവിടെയാണ് കൂട്ടായ്മയുടെ ശക്തി. ഞാനത് പറഞ്ഞിട്ടുള്ളത് അല്ലേ? രക്ഷിക്കപ്പെട്ട വ്യക്തി, നിങ്ങൾ എവിടെയെങ്കിലും ഒരു കൂട്ടായ്മ, എവിടെയെങ്കിലും പോകരുത്, നല്ല വചനം ലഭിക്കുന്ന കൂട്ടായ്മയിൽ ഉറപ്പായിട്ടും പോകണം. കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സും ചിന്തകളും എപ്പോഴും ഒരേപോലെയല്ല. ഒരു ദുഃഖവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടും. പെട്ടെന്ന് നമ്മൾ ആരാധിച്ചു പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും നമ്മുടെ വേരിയേഷൻ, നമ്മുടെ ചിന്തകൾക്ക് വേരിയേഷൻ വരും, തളർന്നു പോകും, ബലഹീനതകൾ ഉണ്ടാകും. ഇവിടെയൊക്കെയും ശക്തിപ്പെടണമെങ്കിൽ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് വിശ്വാസത്താൽ ബലപ്പെട്ടു വരുന്നവരുണ്ട്, രണ്ട് വിശ്വാസത്തിൽ തളർന്നു പോകുന്നവരുണ്ട്. ഈ രണ്ടുപേരും ദൈവരാജ്യത്തിന്റെ അവകാശങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ആമേൻ. പിന്നീട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യം പറയുന്നവര്, നിങ്ങൾക്ക് ദൈവം ഒരു വിശ്വാസം തരും. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ കർത്താവ് ഒരു ചിന്ത തരുവാണ്, മരുന്ന് കൂടാതെ എനിക്ക് രോഗസൗഖ്യം വേണം. അപ്പൊ ഞാൻ ഇന്ന് സഹോദരിക്ക് റിപ്ലൈ വെച്ചു, ഒരു അത്ഭുത സൗഖ്യം ഞാൻ കേൾക്കാൻ ഇടയായി തീർന്നു. ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ഞാൻ ആ സഹോദരി പറഞ്ഞു, സഹോദരി ആ സാക്ഷ്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്, ദൈവം ആ സഹോദരിക്ക് ഒരു വിശ്വാസം കൊടുത്തു. അപ്പൊ തീർച്ചയായിട്ടും സഹോദരി, ഒരു മെഡിക്കൽ റിപ്പോർട്ടും കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യമാണ്. ഇപ്പൊ എന്തിനാ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളത്തിൽ പിന്നീട് എപ്പോഴും ഒരു കാലത്ത് ഒരിക്കലും ഒരു സംശയം വരരുത്.
പലപ്പോഴും നിങ്ങൾ രോഗമുണ്ടെന്ന് നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട് വഴിയാണ് മനസ്സിലായതല്ലേ, ഏത് രോഗമായിക്കോട്ടെ. ആ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ വേദന മാറുമ്പോൾ, രോഗാവസ്ഥ മാറുമ്പോൾ മെഡിക്കലി നിങ്ങൾ എന്ത് ചെയ്തോണം, ഒരു പ്രൂഫ് നമ്മുടെ കൈ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലത്ത് എപ്പോഴും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചിന്ത വന്നുകൊണ്ടേയിരിക്കും, അയ്യോ ആ രോഗം വന്നോ, ഈ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന സാക്ഷ്യം മറ്റൊരു വ്യക്തിയുടെ ഉള്ളത്തിൽ അത് വിശ്വാസമായി പതിയുവാൻ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് രോഗമുണ്ടെന്ന് റിപ്പോർട്ട് ലഭിച്ചത് അതേ സ്ഥലത്ത് തന്നെ ആ രോഗം അവിടെ ഇല്ല എന്ന് പറയുന്ന റിപ്പോർട്ടും കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് മേടിക്കണം. അത് ഞാൻ അങ്ങോട്ട് പറയുവാണ്, അതൊരു ഉറപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ നമ്മൾ ദൈവത്തിന് ഉറപ്പിന് വേണ്ടിയല്ല, വ്യക്തിപരമായും നമുക്ക് ഒരിക്കലും പിന്നീട് ആ ചിന്ത നമ്മളെ ഭരിക്കുകയും ചെയ്യരുത്. മറ്റൊരാൾക്ക് കൂടുതൽ വിശ്വാസത്തിലേക്ക് ഉറപ്പ് വരുവാൻ ഇതൊരു ഊഹാപോഹമല്ല. ആ വ്യക്തി ചുമ്മാ ഒരു എന്താ പറയുന്നത്, ഒരു ദിവസം ഒരു വിളിച്ചു പറയുന്ന വാക്കല്ല എന്ന് ഉറപ്പ് വരുത്തുവാൻ നമുക്കിത് രണ്ടും ആവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ മെഡിക്കൽ റിപ്പോർട്ട് അയച്ചത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുക, കർത്താവ് നിങ്ങളെ സഹായിക്കാൻ ഇടയായിത്തീരും. ആമേൻ. ഇവിടെ നോക്കി, അപ്പൊ നമുക്ക് ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിക്ക്, നിങ്ങൾക്ക് ഉയരത്തിൽ നിന്നാണ് നമ്മുടെ സകല ഏത് വിഷയം നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ ആ വചനം പറഞ്ഞാണ് റിലീസ് ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ പറഞ്ഞില്ലേ, റേഷൻ കടയിൽ ചെന്ന് നിങ്ങൾ എങ്ങനെയാണ് അരി മേടിക്കുന്നത്? എല്ലാ ദിവസവും പോകുന്നല്ലേ, റേഷൻ കടയിൽ പോയി എങ്ങനെ അരി മേടിക്കുന്നത്? റേഷൻ കാർഡ് കാണിച്ച് റേഷൻ കാർഡ് കൈ പറ്റി ചെയ്യണം, കൈ കൊണ്ട് പറ്റി ചെയ്യണം. കൈ പതിക്കണം. നിങ്ങൾ റേഷൻ കടയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റേഷൻ കാർഡ് നമുക്കൊക്കെ ഒഴിച്ചുകൂടാത്തൊരു കാര്യം. നിങ്ങൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണം ഞാനിപ്പം ക്രെഡിറ്റ് കാർഡിനെ പറ്റിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു കാർഡിനെ പറ്റിയൊക്കെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു, ഗവൺമെന്റിന്റെ റേഷൻ കടയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ റേഷൻ കാർഡ് ഉപയോഗിച്ച് നമ്മളത് റിലീസ് ചെയ്യുന്നു, നമുക്ക് വേണ്ടത് നമ്മൾ ഏറ്റെടുക്കുന്നു. ഇതേപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ അകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിലൂടെ ദൈവവചനത്താൽ രക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിനെ പിശാചിന് വേണമെങ്കിൽ എടുക്കാൻ വന്ന് ഉടനെ പിശാച് ഓർക്കും, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ദൈവം തുറന്നതല്ലേ കാൽവരി ക്രൂശിലൂടെ, എല്ലാവർക്കും പോയി ഓടിയെടുക്കാലോ. ഇല്ല, എല്ലാവർക്കും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് രക്ഷിക്കപ്പെട്ട വ്യക്തി. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി ചുമ്മാ ഓടിച്ചെന്നാ പറ്റത്തില്ല, വചനത്താലാണ് അത് റിലീസ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയേ, ഞാൻ ആ തുടക്കത്തിൽ ആ സാക്ഷ്യം കേട്ടില്ല, സഹോദരി പറഞ്ഞു കാലിന് വല്ലാത്ത വേദനയായിരുന്നു, ചവിട്ടാൻ പോലും ബുദ്ധിമുട്ടായി. നിങ്ങൾ മുഴുവൻ സാക്ഷ്യം കേട്ടാൽ മതി. രണ്ട് രീതിയിലാണ് നമ്മുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിക്കുന്ന സാക്ഷ്യം. നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് രോഗസൗഖ്യമായവരും. രണ്ട്, ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. ഇവിടെ രണ്ടും നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആ രോഗം മാറട്ടെ എന്നല്ല, യേശുവിന്റെ മുറിവിനാൽ കണ്ടോ. അപ്പൊ ഞാൻ ആ വചനം ഉപയോഗിക്കുക, ഞാൻ ആ വചനം ഉപയോഗിച്ച് നിങ്ങളുടെ മേലുള്ള രോഗത്തിൽ നിന്നും ദൈവത്തിലുള്ള ഉയരത്തിലെ സൗഖ്യത്തെ നമ്മൾ മേടിക്കുക. രണ്ട്, നിങ്ങൾ വചനം പറയുന്നു. അപ്പൊ വചനം ദൈവത്തിന്റെ ദാനങ്ങളെ നമ്മളിലേക്ക് റിലീസ് ചെയ്തെടുക്കുവാൻ ഉള്ള ഒരു കാർഡാണ്. ഞാൻ അങ്ങനെ പറയുവാണേ, ഒരു സോഴ്സ് ആണ് ദൈവത്തിന്റെ വചനം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിലൂടെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഇപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി വചനം കേൾക്കുന്നില്ല, തെറ്റായ വചനമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചിന്തിക്കും എല്ലാ സഭകളിലും പറയുന്നത്, ഞാൻ ഒരാളെ നിങ്ങൾ ചിന്തിക്കരുത്, ഒരാളെ ഞാൻ വിമർശിക്കുമല്ല, എന്നാലും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ തെറ്റായ ഒരു വചന വ്യാഖ്യാനമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദൈവരാജ്യത്തിലെ ദാനങ്ങളെ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും ജീവിത നിലവാരത്തിനൊരു വ്യത്യാസം വരുന്നില്ല. നിങ്ങൾ പലപ്പോഴും പറയത്തില്ല, എൻ്റെ ദൈവമേ ബ്രദറെ, ഞാൻ കർത്താവിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ കൂടെ, എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർ സങ്കടം പറയാറുണ്ട്. പക്ഷെ ബ്രദറെ, എനിക്കറിയത്തില്ല, യേശുവിനെ അറിയാത്തവരുടെ ജീവിതമൊക്കെ എത്രയോ മനോഹരമാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഒരു മാറ്റവും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് ആരെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, ഒന്ന്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദാനങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിവ് കിട്ടുന്നില്ല. രണ്ട്, നിങ്ങൾ അതിനെ വചനത്താൽ എന്ത് ചെയ്യുന്നില്ല. അത് അറിഞ്ഞെങ്കിൽ ആ വചനത്തിലൂടെ മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റിലീസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പ്രസംഗം കേട്ടതുകൊണ്ട് അതാകത്തില്ല. ഇപ്പൊ ഞാൻ പറയാം, പഞ്ചായത്ത് റേഷൻ കടയിൽ നിന്ന് ഒരു വിളംബരം ഉണ്ടായി, 10 കിലോ അരി നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു.
നമുക്കൊരു മെസ്സേജ് വരും അല്ലേ, നമുക്ക് മെസ്സേജ് വരുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയുന്നത് ഇന്ന സ്ഥലത്ത് നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് കോവിഡ് സമയത്ത് ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്തു, കിറ്റുകൾ തന്നു അല്ലേ. അതെങ്ങനെ നമ്മൾ അറിഞ്ഞു? വാർത്തയിലൂടെ നമ്മൾ അറിഞ്ഞു അല്ലേ. ഓരോ ന്യൂസ് ചാനലിലൂടെ അവർ പറഞ്ഞു എല്ലാവർക്കും സൗജന്യമായി ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും, അമേരിക്കയിൽ ജീവിക്കുന്നവർക്കല്ല, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ലഭിക്കുമെന്നൊരു വിളംബരം ഉണ്ടായി. അമേരിക്കയിലെ ഓസ്ട്രേലിയ ജീവിക്കുന്നവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. ആ താമസിക്കുന്ന ആൾക്കാരുടെ ഭവനങ്ങളിൽ അത് എത്തിച്ചു കൊടുത്തു അല്ലെ. ഇതേപോലെ തന്നെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്, ഒരു വിളംബരം റേഷൻ കടയിൽ നിന്നായിക്കോട്ടെ മറ്റു സ്ഥലങ്ങളിൽ നിന്നായിക്കോട്ടെ, ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു വിളംബരം ഉണ്ടാകുമ്പോൾ നമ്മളത് നമ്മളിൽ ഇരിക്കുന്ന റേഷൻ കാർഡോ ID പ്രൂഫുകളോ ഉപയോഗിച്ച് അത് റിലീസ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ആർക്കും വന്ന് മേടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ന വ്യക്തിയെ പ്രൂവ് ചെയ്യണം. അതിന് പ്രൂഫാണ് രക്ഷ എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ വാക്യം നോക്കിയേ. ആദ്യം പറഞ്ഞു സകൽ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വരുന്നു, വെളിച്ചത്തിന്റെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു, അവന് വികാരമോ ഗതിഭേദങ്ങളോ അച്ചാരമോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുവാണ്. അവന്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവർ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആർക്കാ അത്? ജനിച്ചവർക്കാണത് കിട്ടുന്നത്. എവിടുന്ന് ജനിച്ചവർക്ക്? നമ്മൾ പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ കേൾക്കാൻ ഇടയായി തീർന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനിച്ചിരിക്കുന്നു. ബോൺ അഗെയിൻ എന്ന് പറയുന്നത് വീണ്ടും ജനനം. അപ്പൊ ഇങ്ങനെ വീണ്ടും ജനിച്ച നിങ്ങൾക്കുള്ള അവകാശങ്ങൾ, അപ്പൊ നമുക്ക് എന്ത് ആവശ്യം വന്നാലും, ഇന്നലെ വരെ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ പെട്ടെന്ന് ഉദാഹരണം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണമാണല്ലോ. കാശിന് ആവശ്യം വന്നാൽ നിങ്ങൾ പെട്ടെന്ന്, നിങ്ങൾ വിശ്വാസപ്രകാരം പറയരുത്, യേശുവിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് പറഞ്ഞേ. പെട്ടെന്ന് പൈസയ്ക്ക് ഒരു ആവശ്യം വന്നാൽ വായ്പ വാങ്ങിക്കും. ആരോട് ചോദിക്കും? അറിയുന്നവർക്ക് കടം ചോദിക്കും. കടം വാങ്ങിക്കും. വായ്പ ചോദിക്കും. അപ്പൊ നമുക്കൊരാവശ്യം വന്നു. നമ്മൾക്കൊരാവശ്യം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സുഹൃത്തിനെന്നോ ഏതെങ്കിലും ബ്ലേഡുകാരനെന്നോ ഏതെങ്കിലും രീതി പലിശക്കാരനെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ ഓടിപ്പോയി വായ്പ മേടിക്കും, പലിശക്കെടുക്കും, എന്നിട്ട് അതിങ്ങനെ റോൾ ചെയ്ത് കടഭാരമാവും. കടഭാരം കൂടിക്കഴിയുമ്പോഴേക്കും നമ്മൾ പ്രാർത്ഥന വിഷയമാകുമ്പോഴേക്കും നമ്മളത് മാറാൻ വേണ്ടി പലയിടങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പോവും, പലരെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കും. ഇങ്ങനെ ഭാരപ്പെട്ട് അവസാനം വീടും സ്ഥലവും എല്ലാം വിറ്റ് പെറുക്കി അവസാനം എല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പറയും എല്ലാം പോയി, ഇനി കർത്താവ് ഒരു ഭവനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ശ്രദ്ധിച്ച്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തി നിത്യജീവനെയും നിത്യരക്ഷയും അവകാശം പ്രാപിക്കുന്നു. ഇന്നു മുതൽ നമ്മൾ ദൈവത്തിന്റെ പൈതലായിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ഞായറാഴ്ചയും ബൈബിളുമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ആരാധിക്കും, തിരിച്ചു വരുന്നു. നമ്മുടെ സന്തോഷം രക്ഷയുടെ സന്തോഷമാണ്, നിത്യജീവനെ ലഭിച്ചു. പക്ഷെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുവാണ്? പിറ്റേ ദിവസം നമ്മൾ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ആരാധനയ്ക്ക് പോകുന്നു, പള്ളിയിൽ പോകുന്നു, വചനം കേൾക്കുന്നു, മടങ്ങി വരുന്നു. തിങ്കളാഴ്ച അടുത്തൊരു പ്രശ്നം വന്നു, ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബൈബിൾ അവിടുത്തെ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഫോൺ എടുക്കുന്നു, നിങ്ങളുടെ സുഹൃത്തിനെ വിളിക്കുന്നു, പലിശക്കാരനെ വിളിക്കുന്നു, വീണ്ടും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക, ഒരു ലൂപ്പിൽ പെട്ടതുപോലെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ ആരാധനാ സ്ഥലത്ത് നിങ്ങൾ കേൾക്കുവാണ്, എന്താ കേൾക്കുന്നത്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവരാജ്യം. അപ്പൊ എന്താ ദൈവരാജ്യം? ദൈവം എന്ന സർവ സൃഷ്ടിയുടെ ഉടമസ്ഥൻ ഇരിക്കുന്ന സ്ഥലം. ആ ദൈവത്തെ പിതാവേന്ന് വിളിക്കുവാൻ അവകാശം ലഭിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ധനവും മാനവും പുരാതന സമ്പത്തും സർവ അവകാശങ്ങളും തരുന്ന ഒരു ദൈവം നിങ്ങൾക്ക് പിതാവാണ്. അപ്പൊ ഇത് കേട്ട് മടങ്ങി വന്ന നിങ്ങൾക്ക് തിങ്കളാഴ്ച ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ട് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല? അതിലേക്ക് എന്തുകൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല? ഞാൻ സാക്ഷ്യത്തിലേക്ക് വരാൻ വേണ്ടി പോവാണേ. ആ സഹോദരിക്ക് വേദന വന്ന സമയത്ത് ആ സഹോദരി വേണമെങ്കിൽ അയ്യോ പൊത്ത് ഓടിവായോ, എൻ്റെ കാല് അനങ്ങാൻ പറ്റുന്നില്ലേ, കാല് ചവിട്ടാൻ പറ്റും, നടക്കാൻ പറ്റുന്നില്ലേ, ഉടനെ ആംബുലൻസ് വിളിക്കുകയോ ഓടിവായോ, നമ്മൾ സാധാരണ അങ്ങനെയൊക്കെയാണ് നിലവിളിക്കുന്നത് അല്ലേ. പക്ഷെ പെട്ടെന്ന് എവിടുന്ന് കിട്ടി സഹോദരിക്ക് ആ വചനം? കാണാപ്പാടം ആ വചനം. യശയ്യാ 53 പറഞ്ഞു, എൻ്റെ അതിക്രമം നിമിത്തം കർത്താവ് മുറിവേറ്റു, എൻ്റെ അകൃത്യ നിമിത്തം തകർന്നിരിക്കുന്നു, എൻ്റെ വേദനകൾ യേശു വഹിച്ചു, എൻ്റെ കർത്താവിൻ്റെ മുറിവിലേക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പെട്ടെന്ന് എങ്ങനെയായിരിക്കും ആ സഹോദരിക്കകത്തോട്ട് ഈ വചനം വന്നത്? ഒന്ന് പറഞ്ഞ്, എങ്ങനെയായിരിക്കും വന്നത്? കേൾവിയാല്. കണ്ടോ? കേൾവിയാല്.
അപ്പൊ നിരന്തരം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? നിങ്ങളുടെ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് പലിശക്കാരനിലേക്ക് പോകുന്നതിന് പകരം ദൈവത്തിലേക്ക് ട്വിസ്റ്റ് വന്നു. അയ്യോ പൊത്തോൻ എന്ന് വിളിച്ച് നിലവിളിച്ച് അയ്യോ ഡോക്ടറെ വിളിക്കോ എന്നെ ആശുപത്രി കൊണ്ടുപോകുന്ന സാധാരണക്കാരൻ നിലവിളിക്കുന്ന സ്ഥാനത്ത് പെട്ടെന്ന് സഹോദരി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തിൽ കൈവച്ചിട്ട് അത് പറയാൻ കാരണം നിരന്തരം കേട്ട് 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 നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് റീപ്ലേസ് ചെയ്യുവാൻ പറ്റി. അതായത് രോഗം വന്നാൽ സൗഖ്യമുണ്ടെന്ന് മനസ്സിലായി. ഇത് ദിവസവും കേട്ട് കേട്ട് പഴക്കം ചെന്നു, തഴക്കം ചെന്നു, നിങ്ങളുടെ മനസ്സിൽ അടിയുറച്ചു. ഇതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ പറയാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സങ്കടം വരും. പ്രശ്നങ്ങളുടെ നടുവിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഭാരങ്ങൾ വരും, ദൈവം ശക്തി തന്നില്ലെങ്കിൽ. അതുകൊണ്ടാണ് കൂട്ടായ്മയുടെ പ്രത്യേകത. ഞാൻ ചിലരോട് പറയുന്നുണ്ട്, ബ്രദറെ എനിക്ക് ബ്രദർ ഈ ചിലർ പറയും ബ്രദർ പ്രസംഗിക്കുന്ന ഒന്നും ചില സമയത്ത് ചില സമയത്തല്ല ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ദൈവകൃപയാൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടായിരുന്നു നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചിലർ പറയും ബ്രദർ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ബ്രദർ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ കേൾക്കാറില്ല എന്ന് പലരും പറയാറുണ്ട്. എനിക്കറിയത്തില്ല, ദൈവമാണ് ഇത് നടത്തി കൊടുക്കുന്നത്. അപ്പൊ ഞാനോട് പറയും, നിങ്ങൾ ഒന്നും ചെയ്യണം, ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അത് ചുമ്മാ ഓണാക്കി കേട്ടോണ്ടിരിക്കുക. എന്തിനത് കേൾക്കുന്നറിയാവോ? കേൾക്കും തോറും നിങ്ങളുടെ മനസ്സിലോട്ട് ഇത് പകരും. ഈ മനസ്സിലോട്ട് ഇത് കയറിക്കഴിഞ്ഞാൽ മനസ്സിൻ്റെ അകത്ത് റീപ്ലേസ് ഉണ്ടാകും. റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന സാധനത്തെ മാറ്റി മറ്റൊന്ന് പ്ലേസ് ചെയ്യുന്നത്. ഇത് സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ദൈവരാജ്യത്തിലേക്ക് കണക്ഷൻ വരുന്നത്. ആമേൻ. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തിന്റെ നന്മ എനിക്ക് വന്നുകൂടാ? ഞാൻ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ മിറക്കിൾ മണിയെ പറ്റി ആദ്യ സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാനും വിശ്വസിക്കുവാനും തുടങ്ങിയത് എനിക്ക് സാമ്പത്തിക ഞെരുക്കം വന്നപ്പോഴാണ്. എനിക്കൊരാളുടെ മുമ്പിൽ പോയിട്ട് എനിക്ക് 2000 രൂപ കടം തരാവോ, 500 രൂപ വായ്പ തരാവോ, യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിച്ചതിന് ശേഷം എനിക്ക് പറയുവാൻ എനിക്കൊരു വിഷമം ഉണ്ടായി. കാരണം വെച്ചാൽ അവൻ എടുത്ത വായിക്കും, ആ വ്യക്തി വായിക്കും, വലിയ സുവിശേഷമായിട്ട് ഇറങ്ങിയിട്ട് 500 രൂപ തരാൻ നിന്റെ ദൈവത്തിന് കഴിയത്തില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവേ, ഞാൻ ഓർത്ത് കർത്താവേ അത് കേൾക്കാനല്ലല്ലോ കർത്താവേ അങ്ങ് ദരിദ്രനായത്. ഞാനിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ദാനം മേടിക്കുന്ന, വായ്പ മേടിക്കുന്ന ഒരു കർത്താവെ, ഒരു പിശക്കാരനാകാനല്ലല്ലോ എൻ്റെ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത്. കാര്യം അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ, 5000 പേരെ പോഷിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഇവർ അടുത്ത ഊരുകളിൽ പോയിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ഉള്ള ആഹാരം അവർ മേടിക്കട്ടെ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, അങ്ങനെ അവരെ ഇവിടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ കർത്താവാണ് എൻ്റെ ദൈവം. അപ്പം അങ്ങനെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. ഇത് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം ഫീസ് അടയ്ക്കാൻ പോലും ഇല്ലാത്തൊരു സഹോദരി, വീട്ടിൽ മുഴുവൻ ദാരിദ്ര്യത്തിൽ നിറഞ്ഞൊരു സഹോദരി ഇത് കേട്ടിട്ട് സ്വന്തം ATM എടുത്ത് പലതവണ യേശുവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞു എൻ്റെ ദാരിദ്ര്യം കർത്താവ് മാറ്റിയെന്നും ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യങ്ങളും ഏറ്റുപറഞ്ഞ് പലതവണ ഇട്ടു. ആ സഹോദരിയുടെ 0 കടന്ന അക്കൗണ്ടിൽ നിന്നും ദൈവകൃപയാൽ ഫീസ് അടയ്ക്കാൻ വേണ്ടിയുള്ള പൈസ അവിടെ വരുവാൻ ഇടയായി. ആരും ഇട്ടതല്ല, ഒരു തവണയല്ല, പലതവണ. അപ്പൊ ഇത് എവിടുന്ന് വരുന്നു? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയും ബ്രദർ ഇങ്ങനെ ഈ സാമ്പത്തിക അനുഗ്രഹം മാത്രം പറയുന്നതുകൊണ്ട് എന്താ? വീണ്ടും ജനിച്ച വ്യക്തി തിരിച്ചറിയണം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യജീവനെയും നിത്യരക്ഷയും ലഭിച്ചവരാണോ നിങ്ങളെങ്കിൽ, ഈ നിത്യജീവനിൽ നിങ്ങൾ വാഴുന്നവരാണെങ്കിൽ ഈ ഭൂമിയിലും വാഴണം. തെളിവ് ഞാൻ പറയാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ നിത്യമരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അത് മാത്രമാണോ? ഈ ലോകത്തിൽ പാപനിമിത്തം രോഗമുണ്ടായി, ഈ ലോകത്തിൽ പാപനിമിത്തം കഷ്ടതയുണ്ടായ. ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യം, കഷ്ടത നിമിത്തം നീ അഹോവൃത്തി കഴിക്കും. 3-ാം വാക്യത്തിൽ പറഞ്ഞു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ആവർത്തന പുസ്തകം 29-28 പറഞ്ഞിരിക്കുന്നു, ശാപത്തിന്റെ അടയാളം നീ പോകുന്നിടത്തൊന്നും നിനക്ക് ഗുണമുണ്ടാകത്തില്ല, നീ ഗതി പിടിക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. നീ എപ്പോഴും പീഡിതനായിരിക്കും, അപഹാരതനായിരിക്കും. കുരുടനായ ഒരു മനുഷ്യൻ അന്ധതമസിൽ കൂരിരുട്ടിൽ തപ്പി തടഞ്ഞ് നടക്കുന്നത് പോലെ നീ എപ്പോഴും ഗതിയില്ലാത്തവനായിരിക്കും. രോഗവും ശാപവും നിന്നെ എന്ത് ചെയ്യും? നിന്നെ പിന്തുടരും. ഒരു ചെന്നായിയെ പോലെ നിന്നെ പിന്തുടരും, അത് നിന്നെ കീഴ്പ്പെടുത്തും. എന്നിങ്ങനെ പലയിടങ്ങളിൽ ഈ ലോകത്തിലെ ജീവിതത്തെ, ദുരിതപരമായ ജീവിതത്തെ പറ്റിയ പാപത്തിന്റെ ശക്തിയെ പറയുന്നതെങ്കിൽ, ഏകന്റെ ലംഘനത്താൽ മരണം വാണുവെങ്കിൽ ഏകന്റെ അനുസരണത്താൽ,
എൻ്റെ യേശു കാൽവരി ക്രൂശിൽ മരണം, ജീവൻ എല്ലാം എനിക്ക് വേണ്ടി നേടിത്തന്നെങ്കിൽ കർത്താവിൻ്റെ അനുസരണത്താൽ എനിക്ക് ജീവന്റെ വാഴ്ചയുണ്ടായിരിക്കുന്നു. അപ്പൊ ഈ വാഴ്ച ഞാൻ അനുഭവിക്കണം. ഈ വാഴ്ച അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള സൊല്യൂഷനുകളെ മനസ്സിലാക്കണം. പല ആൾക്കാരും ഞാൻ കണ്ടിരിക്കുന്നത്, ആളുകൾ പലരും വിമർശിക്കുവാൻ ഇഷ്ടമാണ്. അതെന്താണെന്നറിയാവോ? നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും വിമർശിക്കും. നമ്മൾ നാട്ടിൽ പറയത്തില്ലേ, ഈ നമ്മൾ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരു തവളയുടെ ഉപമ പണ്ട് പറയാറുണ്ട്. നമ്മൾ ഓർക്കുന്നത് ഇതാ ലോകം, ഇങ്ങനെയൊക്കെയാണ് ജീവിതം. അല്ല, ബൈബിൾ എപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായ കാര്യങ്ങളെ കാണിക്കുന്ന വചനമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ബൈബിളിലുണ്ട്, വചനത്തിലുണ്ട്, വ്യക്തമായിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ജീവനിൽ വാഴുകയും നീതിയിലും കർത്താവിന്റെ വിശുദ്ധിയിലും അതേപോലെ തന്നെ സമൃദ്ധിയിലും ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. കർത്താവിന്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിഞ്ഞോണം, ഉയരത്തിൽ നിന്നുമാണ് എനിക്കുള്ള ദാനങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്താലുള്ള വചനം, അപ്പൊ ബ്രദറെ ഞാൻ വചനം പറയുന്നുണ്ട് ബ്രദറെ, എന്നാൽ ആ സഹോദരിക്ക് ലഭിച്ചതുപോലെ എനിക്കൊരു സാക്ഷ്യം ബ്രദറെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നടക്കാഞ്ഞത്? മിനിഞ്ഞാണ് ഞാനൊരു സാക്ഷ്യം കേട്ടല്ലോ ബ്രദറെ, 2 ദിവസം മുമ്പ് ഒരു അത്ഭുത സാക്ഷ്യം കേട്ടു ബ്രദറെ. എന്നാൽ ചിലർ പറയാറുണ്ട്, ബ്രദറെ ഞാനും പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് നടക്കാത്തത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം തരാത്തതല്ല, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടാത്തതല്ല, ദൈവം ഓൾറെഡി തന്നു കഴിഞ്ഞു. എന്നാൽ ചില കാര്യങ്ങൾക്ക് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക്, എല്ലാ കാര്യവുമല്ല, ചില വിഷയങ്ങൾ ദൈവം ഒരു സമയം വെക്കും. അപ്പൊ ആ വചനം പറഞ്ഞിട്ട് ചില സമയത്ത് അത് ഉണ്ടായില്ലെങ്കിൽ വിട്ടുകൊടുക്കരുത്, പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അത് തുറന്നു വരുവാൻ ഇടയായിത്തീരും. ആമേൻ. അപ്പൊ ദൈവരാജ്യത്തിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു വ്യക്തി, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചൊരു വ്യക്തി, വീണ്ടും ജനിച്ചൊരു വ്യക്തി, നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ട് ഉയരത്തിലെ ദൈവവുമായിട്ട്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, എപ്പോഴും നിങ്ങൾ മനസ്സിലായിക്കോണം. നിങ്ങൾക്ക് സമാധാനമില്ലാത്തൊരു വിഷയത്തിൽ ഭാരപ്പെടുവാണ്, കുടുംബത്തിൽ ഒരു സമാധാനമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഐക്യതയില്ല, കുടുംബത്തിൻ്റെ അകത്ത് ഒരു സ്വസ്ഥതയില്ല, വല്ലാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുവാണ്, നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, വചനം പറഞ്ഞിട്ട് സമാധാനം കിട്ടുന്നില്ല, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കൂട്ടായ്മ നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾക്ക് മെന്റൽ സ്ട്രെങ്ത് ആവശ്യമാണ്. മെന്റലി നിങ്ങൾ എവിടെയൊക്കെയോ തളർന്നിരിക്കുന്നു, അവിടെ നിങ്ങൾ ശക്തിപ്പെട്ടു വരണം, അവിടെ നിങ്ങൾ ബലപ്പെട്ടു വരണം. ആമേൻ. അവിടെ നിങ്ങൾക്ക് എന്തു വേണം? വചനത്തിന്റെയും കൂട്ടായ്മയുടെ ആവശ്യം. ഹല്ലേലൂയ. അപ്പൊ ദൈവം എൻ്റെ അവസ്ഥകളെ മാറ്റും. ദൈവത്തിന് എപ്പോഴും ഓർത്തോണം, ദൈവത്തിന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ദൈവം എൻ്റെ നന്മകൾ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തിന് വിരോധമായിട്ട് ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ എല്ലാ നന്മകളെയും ബൈബിൾ ഒരു വാക്യം, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് പിശാച് വരുന്നത്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് പിശാച് വരുന്നത് പറഞ്ഞ്. റീത സഹോദരി വാക്കിയിട്ടിട്ടുണ്ട്, യോഹന്നാൻ 10:10 സഹോദരി വാക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അറക്കാനും മുടിക്കാനും ഇതെപ്പോഴും ഓർത്ത്, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു നന്മ നഷ്ടപ്പെടുമ്പോഴോ ഏതെങ്കിലുമൊക്കെ തിന്മകൾ ഉണ്ടാകുമ്പോഴോ ഉറപ്പിച്ചോണം, ദൈവം ചെയ്യുന്നതല്ല. തലമുറയ്ക്ക് വേണ്ടി തലമുറ വഴി മാറിപ്പോകുന്നു, കുടുംബജീവിതത്തിന് ഒരു സമാധാനമില്ല, എൻ്റെ സാമ്പത്തികമായിട്ട് എൻ്റെ ആരോഗ്യമായിട്ട് എനിക്ക് ഒരു കാര്യത്തിലും എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല, നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പാപചിന്തകൾ എന്നെ ഭരിക്കുന്നു, എനിക്ക് ഒത്തിരി തെറ്റായ സ്വഭാവ ചിന്തകൾ എൻ്റെ മനസ്സിൽ നിന്ന് പൊങ്ങി വരുന്നു, പാപ സ്വഭാവം എൻ്റെ പൊങ്ങി വരുന്നു, ഇതൊക്കെ എന്നെ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നു. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ സ്വന്തം ശരീരത്തിൻ്റെ മേൽ കൈവച്ചിട്ട് പറയണം, കർത്താവേ, യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് സമാധാനമുണ്ട്. ആ വചനങ്ങളെ പ്രഖ്യാപിച്ചിട്ടും ധൈര്യം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് മെന്റൽ സ്ട്രെങ്ത് ആവശ്യമായിട്ടുണ്ട്. ഇതാണ് പലർക്കും സംഭവിക്കുന്നത്. ആളുകളുടെ ചിന്തയിൽ കൂട്ടായ്മ നിസ്സാരമാണ്. ഞാൻ ചോട്ടെ, നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ വന്നിട്ട് അത്ഭുതങ്ങളെക്കാൾ ഉപരി മാനസികമായൊരു ധൈര്യവും ബലവും കിട്ടിയ എത്ര പേരുണ്ട്? എത്ര പേർക്കുണ്ട് മാനസിക ബലം കിട്ടിയവര്? അതെന്നറിയാവോ? മാനസിക ബലം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഉള്ളിൽ പ്രത്യാശ നിറഞ്ഞത് കൊണ്ടാണ്. ദൈവം ചെയ്യും,
എനിക്കൊരു സോഴ്സ് ഉണ്ടെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയത് കൊണ്ടാണ് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്? അവർ ബീരുക്കൾ, നമ്മൾ പറയത്തില്ലേ, ആത്മഹത്യ ചെയ്ത ഉടനെ നമ്മൾ ആൾക്കാർ കണ്ടിട്ടില്ലേ, കമന്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ബീരു ബീരു ബീരു. എന്തൊരു ബീരു അവൻ? അവൻ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചോ? അവൻ അവന്റെ ജീവിതകാര്യത്തെക്കുറിച്ച് ചിന്തിച്ചോ? അവൻ ഭീരുവായിട്ടല്ല, അവന്റെ മനസ്സിന്റെ താളം തെറ്റിപ്പോയി, അവന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, അവന്റെ ജീവിതത്തിൽ അവന് മാനസികമായിട്ട് ജയിക്കാൻ പറ്റുന്നില്ല, അവന്റെ മെന്റൽ സ്ട്രെങ്ത് തകർന്നു പോയി, അവന്റെ പ്രത്യാശ തകർന്നു പോയി, രക്ഷപ്പെടുമെന്നുള്ള ധൈര്യമൊക്കെ അവന് നഷ്ടപ്പെട്ടു പോയി. ഇതുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയെ കളിയാക്കരുത്. അവന് സ്ട്രെങ്ത് ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളെപ്പോലെ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിക്കാണത്തില്ല. അവന്റെ മെന്റൽ സ്ട്രെങ്ത് തകരുമ്പോൾ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെന്റൽ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിശ്വാസ ജീവിതം. അതിന് ഫെലോഷിപ്പ്, കൂട്ടായ്മ ആവശ്യമാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളോട് ഈ വചനം പറയുക. അപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും, ബ്രദർ എല്ലാ ദിവസവും ഈ 1 മണിക്കൂർ വചനം പറഞ്ഞിട്ട് 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പ്രവചിക്കുകയും 5 മിനിറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിനേക്കാൾ ഉപരി ബ്രദർ ഒരു 10 മിനിറ്റ് വചനം പറയുന്നതും 5 മിനിറ്റ് വചനം പറയുന്നതും ബാക്കി 1 മണിക്കൂർ പ്രവചിക്കുകയും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷെ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ബ്രദറിനെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ, ഒരു ബ്രദറിനെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്തിൽ നിങ്ങൾ തകർന്നു പോകും. അവിടെ നിങ്ങൾ കുടുങ്ങിപ്പോയി. അടുത്ത പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാവോ? നിങ്ങൾ തകർന്നു പോകും. നിങ്ങൾ ഉടനെ എന്തു ചെയ്യും? മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ചത്താ മതി എന്ന് പറയും. ഇല്ല. പക്ഷേ ഈ വചനം കേട്ടൊരു വ്യക്തി അടുത്ത ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ വിഷയം കാണുമ്പോൾ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? ചാടി എണീക്കും. നിങ്ങൾ അവിടെ മെന്റലി സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവരാജ്യത്തിലെ നന്മകളെ റിലീസ് ചെയ്യാൻ പഠിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമയം മുന്നോട്ട് പോയി. യേശുവിൻ്റെ നാമത്തിൽ നന്ദി പിതാവേ. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ജനിച്ച വ്യക്തികൾക്ക് അവർ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം അനുവദിച്ചാൽ ഈ പ്രാവശ്യം നാട്ടിൽ ഞാൻ വരുന്ന സമയത്ത് സ്നാനങ്ങൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ നിങ്ങൾ ഇപ്പോഴേ പറയേണ്ട ആവശ്യമില്ല. വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഒരുങ്ങിയാൽ മതി. നിങ്ങൾ സ്നാനം എന്നുള്ളത് എപ്പോഴും ഓർത്തോണം. സ്നാനം വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷയുടെ അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. ഇതെപ്പോഴാണ് ഞാനിത് പറയാതിരുന്നാൽ ഞാൻ കുറ്റക്കാരനായിപ്പോൾ. യേശുക്രിസ്തു വരുമ്പം വീണ്ടും നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇവിടെ പിശാചിൻ്റെ ഒരു വാഴ്ച ഉണ്ടാകും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പിശാച് ഇവിടെ വാഴ്ച നടത്തുന്ന കാലഘട്ടം ഉണ്ടാവും. ആ സമയത്ത് അന്ന് പിന്നെ സ്നാനപ്പെടാം, മാറ്റിവെക്കാം, പിന്നീട് മതി, പിന്നെ ഞങ്ങൾ സ്നാനപ്പെട്ടാൽ ഏത് സഭയിൽ പോകും, എവിടെ പോകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു കുഴപ്പമില്ല. ദൈവരാജ്യം യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ കർത്താവിൽ ജനിച്ചവൻ വീണ്ടും ഇന്ന് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുകയും അവൻ ദൈവരാജ്യത്തിൽ ദൈവത്തോടൊപ്പം വീണ്ടും നിത്യജീവനിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ പിന്നീടൊരവസരമില്ല. ഞാനത് സ്നാനത്തെപ്പറ്റി അടുത്ത പ്രാവശ്യം വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ മടിയിലിരുന്നു കൊണ്ട് ധനവാനായ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ടല്ലോ, കർത്താവേ, അബ്രഹാം പിതാവേ, നീ എൻ്റെ സഹോദരന്മാരോട് പോയി പറയുമ്പോൾ അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ആർക്കും പോകാനും പറ്റത്തില്ല, വരാനും പറ്റത്തില്ല, അവർക്ക് പിന്നെ എന്തുണ്ട്, പ്രവാചകന്മാരും മോശയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സുവിശേഷം കയ്യിലുള്ളപ്പം യേശുവിൻ്റെ പ്രവചനത്തിലുള്ളത് ഞാൻ പറയുന്നല്ല കേട്ടോ. സ്നാനം, രക്ഷ ബൈബിളിലുള്ളതാണ്. നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അയ്യോ ബ്രദറെ അതെനിക്ക് ബുദ്ധിമുട്ടാണ് ബ്രദറെ എന്ന് പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഡ്യൂട്ടി പറയുക എന്നുള്ളതാണ്. സ്വീകരിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. വചനപ്രകാരം അത് ചെയ്യുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിൻ്റെ അവകാശങ്ങളെ പറഞ്ഞു തരിക, പഠിപ്പിച്ചു തരിക എൻ്റെ ഡ്യൂട്ടി. ഞാനത് നന്നായിട്ട് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് ഞാൻ ചെയ്യുമല്ല, കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും നന്നായിട്ട് ദൈവം ചെയ്യിക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നു. കാര്യം ബൈബിൾ പറയുന്നു, നിങ്ങളെ നടത്തുന്നവരെ കീഴ്പ്പെടുത്തണം, അവർ കണക്ക് ബോധിപ്പിക്കണം. അപ്പോൾ എന്നോട് വെച്ചാൽ ഞാൻ പറയും, പറയുന്നത് കർത്താവ് ഞാനെല്ലാം പറഞ്ഞിരുന്നു, അവരുടെ തീരുമാനമാണ്, ചോയ്സാണ്. അപ്പോൾ ഈ ദൈവരാജ്യത്തെപ്പറ്റി കൂടുതൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും മനസ്സിലാവും. കൂടുതൽ കേൾക്കുവാൻ ആഗ്രഹമുണ്ടോ? അതോ നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റിലേക്ക് പോകുവാൻ താല്പര്യമുണ്ടോ? കേൾക്കുവാൻ താല്പര്യമുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ അവകാശങ്ങളെ പറ്റിയും ദൈവരാജ്യം എന്താണെന്നുള്ളതുമാണ് രണ്ടാമത്തെ ക്ലാസ് ആണിത്. അപ്പൊ ഇന്നലെ കേട്ടതിന്റെ തൊട്ടുമുകളിൽ തന്നെ നിങ്ങൾ ഡേറ്റ് കാണും. എല്ലാ ദിവസവും ആ ഡേറ്റ് നോക്കി നിങ്ങൾ വീണ്ടും ജനനത്തെ പറ്റിയുള്ള ക്ലാസ്സുകളുണ്ട്. നേരത്തെ നമ്മൾ ഒത്തിരി ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം കിടപ്പുണ്ട്. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പല പ്രശ്നത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ ഇത് ഓർക്കണം. ഇല്ല, ഞാൻ കേട്ടത് എനിക്ക് ഉപയോഗിക്കണം.
എനിക്ക് അനുഭവിക്കണം, എനിക്ക് നന്മ കാണണം. കർത്താവെ, ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയും. ഏപ്രിൽ 18 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഏപ്രിൽ 18 ജനിച്ച ഒരു വ്യക്തിയെ ദൈവാത്മാവ് സ്പർശിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിൽ വെളിപ്പെടുന്നല്ലോ. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ ക്രിസ്മസ് കാർഡ് പോലെയോ ബർത്ത്ഡേ കാർഡ് പോലത്തെ ഒരു കാർഡ് അതിങ്ങനെ ഒരു വീടിൻ്റെ അകത്ത് തന്നെ ഇപ്പോഴും കേടുപാടില്ലാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ ആ ഭവനത്തിൽ കാണുവാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് ആ വ്യക്തിയുടെ മേൽ വെളിപ്പെടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ അടയാളം ആരാണോ അത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത് എന്റെ മോന്റെ വൈഫാ. ഈ പറഞ്ഞ അടയാളം സിസ്റ്റർ കേട്ടായിരുന്നോ? കാർഡിന്റെ കാര്യമൊക്കെ ഒരു ഫോട്ടോ ഉണ്ട്, ഫോട്ടോ പോലെ ഉണ്ട്, ഒരു കാർഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ മോക്ക് വേണ്ടി ഏറ്റെടുത്തോളം കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അത്ഭുതകരം. ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവര്, നിങ്ങൾ ഈ ജീവിതത്തിന്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ചിലർ ചിന്തിക്കും ഈ ഷുഗറും പ്രഷറും ഒക്കെ ബ്രദറെ സാരമില്ല, ക്യാൻസർ ആണല്ലോ വലിയ രോഗമല്ല. ഷുഗറും പ്രഷറും മറ്റ് രോഗവും ഒക്കെ രോഗം തന്നെയാണ്. കൈവച്ച് പറഞ്ഞോണം. എനിക്ക് ജീവിതകാലം മുഴുവൻ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് വേണം. ദൈവരാജ്യത്തിൽ ദിവ്യ ആരോഗ്യമുണ്ട്. യേശുവിന്റെ മുറിവിനാൽ ഒരു മരുന്നും കൂടാതെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ അവസരമുണ്ട്. 2, ലോകപ്രകാരം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ച് ജീവിക്കുന്നുണ്ട്. ഏത് വേണം? യേശുവിന്റെ മുറിവിൽ വേണോ? എന്നാൽ പറയണം, എൻ്റെ സകല രോഗത്തെയും, എനിക്ക് ഷുഗറോ പ്രഷറോ എന്തോ ആയിക്കോട്ടെ, എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ ജീവിക്കും. നമ്മൾ ഒത്തിരി സാക്ഷ്യം കേട്ടു. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പ്രഷറിൻ്റെ രോഗങ്ങൾ 10-18 വർഷമായിട്ടുണ്ടായിരുന്ന ആളുകൾ, പല രോഗങ്ങളിലിരുന്നവർ, ക്യാൻസറിലിരുന്നവർ, പല സൗഖ്യമായ സാക്ഷ്യം. അപ്പം നിങ്ങൾ ഈ ദിവസങ്ങൾ ഇത് കേൾക്കും, വെറുതെ ഇരുന്ന് ഉറങ്ങരുത്. രോഗം എനിക്ക് അവകാശമല്ല, രോഗമല്ല എൻ്റെ അവകാശം, സൗഖ്യമാണ് എൻ്റെ അവകാശം. ഏത് രോഗം വന്നാലും. ചിലർ പറയും ദൈവം എനിക്ക് രോഗം തന്നു. ഒരിക്കലും അല്ല, ദൈവം എനിക്ക് സൗഖ്യത തന്നിരിക്കുന്നത്. ബൈബിൾ പറഞ്ഞു അവൻ എൻ്റെ രോഗക്കിടക്കയൊക്കെയും മാറ്റി വിരിച്ചിരിക്കുന്നു. എനിക്ക് അവൻ രോഗശാന്തി വരുത്തുകയും എൻ്റെ ആരോഗ്യം വരുത്തുകയും ചെയ്യുന്നു. അവൻ വചനം അയച്ച് എന്നെ സൗഖ്യമാക്കുന്നു. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഒരു സ്ഥലത്ത് പോലും ദൈവം ആർക്കും ശാപനിമിത്തം രോഗം വന്നിട്ടുണ്ട്. എന്നാൽ ക്രൂശിൽ യേശു എന്നെ ശാപത്തെ മാറ്റി എൻ്റെ മുഴു രോഗത്തെയും അവൻ സൗഖ്യമാക്കുമെന്ന് ബൈബിൾ ഒരു വാക്യമുണ്ട്. അവൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. സകല രോഗങ്ങളെയും. അപ്പൊ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ എല്ലാ രോഗവും മാറും. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം തിരിച്ചറിഞ്ഞോണം, കർത്താവ് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ എന്ത് ചെയ്യും? അത്ഭുതങ്ങളെ ചെയ്യും. അസാധാരണമായ പ്രവൃത്തികളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ തയ്യാറാകുക. ദൈവപ്രവൃത്തികളെ അനുഭവിക്കുവാൻ തയ്യാറാകുക. ഇപ്പോൾ യേശുവിൻ്റെ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യുവാൻ ഇടയായിത്തീരും. യേശു എൻ്റെ സകല രോഗത്തെയും മാറ്റും. എൻ്റെ സകല രോഗങ്ങളെ അവൻ മാറ്റിയിരിക്കുന്നു. എൻ്റെ സകല വേദനകളെ അവൻ ചുമന്നിരിക്കുന്നു. യേശു കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് അത്ഭുത സൗഖ്യം വന്നിരിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി പിതാവേ. കർത്താവിൻ്റെ മുറിവ് എൻ്റെ അത്ഭുത സൗഖ്യമാണ്. അവൻ കർത്താവേ എൻ്റെ സകല രോഗത്തെയും അവൻ സൗഖ്യമാക്കുന്നു. ഇന്ന് സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ഈ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഈ വചനം നോക്കിക്കേ. എൻ്റെ സകല രോഗത്തെ അവൻ സൗഖ്യമാക്കുന്നു. നിങ്ങൾ നോക്കിയേ, എൻ്റെ സകല രോഗങ്ങളെയും, എൻ്റെ എല്ലാ രോഗത്തെയും അവൻ സൗഖ്യമാക്കിയിരിക്കുന്നു. പറയണം, സൗഖ്യമാക്കിയിരിക്കുന്നു. അവിടെ സൗഖ്യമാക്കുന്നു എന്ന് എഴുതിയേക്കുന്നത്, എന്നാൽ ക്രൂശിൽ യേശു ക്രിസ്തു സൗഖ്യമാക്കിയിരിക്കുന്നു. നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് കർത്താവിന്റെ അത്ഭുതത്തിന്റെ സമയമാണല്ലോ.
ഓ നന്ദി പിതാവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് എന്നെ ഒരു ഭവനം കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തിന്റെ കയറി വരുമ്പോൾ തന്നെ വീടിന്റെ അകത്തുനിന്ന് ഒരു വ്യക്തി പുറത്തിറങ്ങിയാൽ ഇടതുവശത്തായിട്ടൊരു മാവ് നിൽക്കുന്ന ചെറിയ മാവാണ്, വലിയ പടുകൂറ്റൻ മാവല്ല, ചെറിയൊരു മാവാണ്, വലിയ വലിപ്പമുള്ള മാവല്ല. ആ ഒരു വീടിന്റെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇടതുവശത്താണ് ആ മാവ് നിൽക്കുന്നത്. വീടിന്റെ അകത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറിച്ചൊരു പഴക്കമുള്ളൊരു വീടാണ്. വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഒരു ഹോള് കഴിഞ്ഞിട്ട് ആ ഡോറ് ആദ്യത്തെ ഡോറ് കടന്ന് നേരെ കാണുന്നത് അടുത്ത ഒരു സ്ഥലത്തേക്കുള്ളൊരു ഡോറാണ്. അതായത് ഒരു വാതിലാണ്, ഡോറല്ല, ഒരു വാതിൽ കടന്ന് അകത്തോട്ട് കയറി ചെല്ലുന്നു. അവിടെ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ ഒരു മുറിയുണ്ട്. ആ മുറിയിൽ കിടക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നോട് കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഒരു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട്, കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ വ്യക്തി. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ ഭവനവുമായിട്ട് ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹത്തിൻ്റെ കണക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവെ നന്ദി കർത്താവെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വത്താൽ ഇന്ന് തുറക്കുന്നല്ലോ അപ്പാ. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവർ, അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരെ മാത്രം നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ മതി. അല്ലാതെ ആലോചന ഇടപെടുന്നവരുണ്ടെങ്കിൽ സൂമിലാണെങ്കിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം നിങ്ങളുടെ ഭവനത്തെ ഇന്ന് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്ന, പ്രത്യേകിച്ച് ആ മുറിയിൽ കിടക്കുന്ന വ്യക്തിയെ ഇന്ന് ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ലുകാടി ചുരുങ്ങി പോകുമെന്ന വചനത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു നന്മയുടെ വാതിലിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? നിങ്ങൾ പറയാനുള്ളവരാണെങ്കിൽ അത് ഒന്നെങ്കിൽ നിങ്ങൾ പറയാൻ വേണ്ടിയാന്ന് പറയണം, അല്ലാതെ നിങ്ങൾ ചുമ്മാ മ്യൂട്ട് മാറ്റിയിരിക്കരുത്. സൂമിലോ ലൈവിൽ പറഞ്ഞു മിസ്റ്റർ. ജേക്കബ് എന്റെ ഭർത്താവാണ്. വലതുവശത്ത് മുറി കിടക്കുന്നത് എന്റെ മദറിൻലോയാണ്. മദറിലെ കിടക്കുന്നത് ജേക്കബ് ഭർത്താവ് അല്ലേ? ഇത് വല്ലോ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം വല്ലോ? ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ, ഈ സഹോദരി ഒഴികെ ബാക്കി എല്ലാവരും ഈ കാര്യം വല്ലോ സഹോദരി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഹസ്ബൻഡിന്റെ പേരും കാര്യങ്ങളും വല്ലോ? ഇല്ല. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത്. ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. ഹസ്ബൻഡോ? അമ്മയാണുള്ളത്. ഹസ്ബൻഡ് മരിച്ചുപോയി. ഇപ്പോ ോ സിസ്റ്റർ ആ മുറിയിലുള്ളത് ആരെ ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? സഹോദരി പറഞ്ഞതിന് ക്ലിയർ ആയില്ല. എനിക്കൊന്ന് ഹസ്ബൻഡ് മരിച്ചു, പക്ഷെ ജേക്കബ് എന്ന് പറയുന്ന ഹസ്ബൻഡാണ്. ആ മുറിക്കകത്ത് കിടക്കുന്നത് അമ്മായിമ്മയാന്നാ പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഞാൻ കേട്ടത്. ഇന്ന് കർത്താവ് ആ കുടുംബത്തെ തുറക്കാൻ വേണ്ടി പോവാണ്. ദൈവം ആ ഭവനത്തെ ദൈവം വിടിവിക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട്, ആ വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. നന്ദി പിതാവേ, നന്ദി കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മതില് സംബന്ധമായിട്ട് അയൽവക്കക്കാരുമായിട്ട് വലിയൊരു പ്രശ്നം നടക്കുന്നു. ആ പ്രശ്നത്തിന്റെ വലിയൊരു തർക്കത്തിന്റെ അകത്താണ് ആ മതില് സംബന്ധമായിട്ട് നടക്കുന്നത്. ഞാൻ ആ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ മതിലിന്റെ ഏറ്റവും
ഒരൊറ്റ വശം ഒരു വലിയ വിള്ളൽ വീണിട്ടുള്ള ഒരു മതിലാണ് ഒരു അടയാളം കാണിക്കുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി വിശ്വസിക്കുന്ന സമയത്തൊക്കെയും കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ആ കുടുംബത്തിലെ തലമുറയെ ഇന്ന് അവകാശമാക്കി അനർത്ഥത്തിലേക്ക് നയിക്കുവാൻ നോക്കുന്ന വലിയൊരു വിഷയമായിട്ട് അതിനെ മാറ്റുവാൻ നോക്കുന്നത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. ഐക്യത അവിടെ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നം രൂക്ഷമായി, കുടുംബത്തിൻ്റെ മേൽ പ്രശ്നമായി, തലമുറയുടെ ജീവിതത്തെ പോലും വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന വിഷയത്തെ ഞങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. പറഞ്ഞൊരു പറയാൻ വേണ്ടിയാണ് നിങ്ങൾ മ്യൂട്ട് മാറ്റിയെങ്കിൽ, അല്ലാത്തവരെല്ലാം മയക്കി മ്യൂട്ടാണ്. നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, സൂമിലും ലൈവിലും ഒക്കെ കാണുന്നവരുണ്ട്. ഇവരിൽ ആരിലാണ് ഇടപെടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇതെങ്ങനെയും പറഞ്ഞൊപ്പിക്കുക എന്നുള്ളതല്ല. കർത്താവിൻ്റെ ആലോചന നിങ്ങളുമായിട്ട് ഇടപെടുന്നെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക, അല്ലാത്ത പക്ഷം നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. ആലോചന വേണ്ടവരുണ്ട്, അവരിലേക്ക് ഇത് എത്തിച്ചേരും. ഞാൻ ബ്ലസ് ചെയ്ത് പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പ അനർത്ഥം വിട്ടുമാറട്ടെ, ദൈവപ്രവൃത്തികൾ അവിടെ ഉണ്ടായി വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയാൻ വേണ്ടിയാണ് എക്സ്ട്രാ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്. ഗീതാ സിസ്റ്ററും ഷേർലി മറിയലും ലീല മാത്യുവും റാണി സിസ്റ്ററും സാന്റ കൃഷ്ണനും ഒക്കെ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്യണം. ഞാൻ ഈ ആലോചന ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് നമ്മൾ തടസ്സമാകരുത്. ബാക്കി എല്ലാം നിങ്ങൾ എപ്പോഴും ചെക്ക്, ഇവിടുന്ന് അൺമ്യൂട്ട് ആകുമ്പോൾ നിങ്ങൾ ആ മ്യൂട്ട് ഞെക്കുക, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് മ്യൂട്ട് ചെയ്യുക. കർത്താവ് ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ്, അല്ലെങ്കിൽ ഞാനിത് മൊത്തം മ്യൂട്ട് ചെയ്തിട്ട് ആലോചന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ കുഴപ്പം നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാതെ വരും. അത് ഫുള്ള് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമോ മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക്. അങ്ങനെ വേണം. ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവി മൊത്തം ഞാൻ മ്യൂട്ട് ചെയ്തേക്കുവാണ്. ഇനി നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലപ്പാ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നതായിട്ട് പറയുന്നു. പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ കർത്താവ് ഒരു വാക്ക് പറയുന്നു. വലിയൊരു അനർത്ഥം വിട്ടൊഴിഞ്ഞ് ആ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് മാറുകയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാന അന്തരീക്ഷത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് മറ്റൊരു അടയാളം നിങ്ങൾ എപ്പോഴും ഓർത്തോണം. ഈ അടയാളങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. പറഞ്ഞൊപ്പിക്കുക എന്നുള്ളതല്ല. നിങ്ങളുമായിട്ട് 100% ഈ കേൾക്കുന്ന ദൈവിക അടയാളത്തിന് ബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു റെഡ് കളറിലെ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഈ നിമിഷം കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ വ്യക്തിക്ക് ഒരു മോനുണ്ട്. ആ മോൻ്റെ പേര് ജോയൽ എന്നാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ജോയൽ എന്ന പേരുള്ള മകനുള്ള ഇന്നിപ്പോൾ ഈ നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റെഡ് കളറിലെ ഒരു വസ്ത്രമാണ് ആ വ്യക്തി ധരിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനോട് പറയും, നിങ്ങൾ രണ്ടുപേരെയും, ഈ അമ്മേനെയും മോനെയും ജോയലിനെയും കണക്ട് ചെയ്ത് കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുന്നിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്താലുള്ള പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. എന്നോട് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടിരിക്കുന്ന ചില വാക്കുകളുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ യോഗ്യത, സാമ്പത്തികം എല്ലാം വെച്ച് വിധി പറഞ്ഞിരിക്കുന്ന മേഖലയുണ്ട്. പക്ഷെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോവാണ്. ലോകത്തിൽ സാക്ഷ്യമായി ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. സീന സിസ്റ്റർ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്. ഞാൻ ഇത് കണ്ടുകൊണ്ടാണ് മെസ്സേജ് ഇടുക. അങ്ങനെയുള്ളൊരു മെസ്സേജ് ഇടുക നല്ലതാണ്.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, വലിയ നന്മയായി തീരട്ടെ അപ്പ, വലിയ അനുഗ്രഹമായി കർത്താവ് ഇത് മാറ്റട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ വലിയ സാക്ഷ്യമായ കുടുംബം തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കർത്താവ് ഇന്ന് ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, മഹത്വം വെളിപ്പെടുന്നല്ലോ അപ്പ, മഹത്വം വെളിപ്പെടുന്നല്ലോ അപ്പ. എല്ലാ നിരാശകളും പരാജയങ്ങളും മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് സീസമ്മ എന്ന് പറഞ്ഞ സഹോദരി അത് കാണിക്കുന്നുണ്ട്. സഹോദരി മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ വ്യക്തിപരമായിട്ട് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. ബ്രദറെ ഇപ്പൊ മ്യൂട്ട് മാറ്റി. ബ്രദറെ, ഞാനാണ് റെഡ് ഡ്രസ്സ് ഇട്ടേക്കണത്. എന്റെ മകനാണ്, രണ്ടാമത്തെ മകനാണ് ജോവല്. ഇന്നലെയും ബ്രദർ ഈ ആലോചന പറഞ്ഞു. രണ്ടാമത്തെ മകൻ ജോവലിനെ ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വലിയ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്ന ഇന്നലെയും ബ്രദർ പറഞ്ഞിരുന്നു. ആമേൻ. കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തിയെ ചെയ്യുവാൻ ദൈവം ഒരു അടയാളമാണ്. സിസ്റ്ററെ, ഈ സമയത്ത് സിസ്റ്റർ, ഞാൻ ഈ പറയുന്ന ആലോചന സമയത്ത് സിസ്റ്റർ വീഡിയോ വല്ല ഓണാക്കി, നിങ്ങൾ ഈ സിസ്റ്റർ ഈ കളർ ഡ്രസ്സ് കാണാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല വീഡിയോ ഇന്ന് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് വിശ്വസിച്ചേ നിങ്ങൾക്കെതിരെ വിധി പറഞ്ഞിട്ടിരിക്കുന്ന വിധികളെ തമ്പുരാൻ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അതിശയ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ഇപ്പോൾ സമയത്ത് കർത്താവ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് പറ, യേശു ക്രിസ്തുവിന്റെ തിരുമുറിവ് എൻ്റെ ആരോഗ്യമാണ്. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ രോഗങ്ങളെ യേശു വഹിച്ചിരിക്കുന്നു. എൻ്റെ സകല രോഗത്തിൻ്റെയും സൗഖ്യത്തിനുള്ള വില യേശു കർത്താവ് ക്രൂശിൽ കൊടുത്തിരിക്കുന്നു. അത്ഭുത സൗഖ്യത്തിന് നന്ദി, അത്ഭുത സൗഖ്യത്തിന് നന്ദി, അത്ഭുത സൗഖ്യത്തിന് നന്ദി. കർത്താവിൻ്റെ വലിയ സൗഖ്യം എൻ്റെ മേൽ വ്യാപരിക്കുന്നു. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, ഇപ്പോൾ എൻ്റെ രോഗത്തിൻ്റെ മേൽ എനിക്ക് അത്ഭുതമാണ്. എൻ്റെ സകല രോഗങ്ങളും യേശു കർത്താവ് ക്രൂശിൽ അനുഭവിച്ചതാ. എൻ്റെ വേദനകളെ യേശു കർത്താവ് വഹിച്ചതാ. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യത്തെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ മിറക്കിൾ മണി റിലീസ് ചെയ്യുന്നപ്പ, ജപ്തികൾ മാറിപ്പോവട്ടെ. സാമ്പത്തിക തകർച്ചകൾ, കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തമുണ്ടായ സാമ്പത്തിക തകർച്ചകൾ കർത്താവെ, സാമ്പത്തികമായിട്ട് കർത്താവെ തെറ്റായ രീതിയിലെ ഇടപാടുകൾ നിമിത്തം തെറ്റിദ്ധരിക്കപ്പെട്ട് ചതിക്കപ്പെട്ടു പോയി നന്മകൾ പിന്നീട് കടബാധ്യതകളായി മാറി ജീവിതം മുഴുവനും തകർന്ന അവസ്ഥയിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ തന്നെ അത് ക്ലിയർ ആകട്ടെ. അവരുടെ കുരുക്കുകൾ ഇപ്പോൾ ഞങ്ങൾ ആത്മാവിൽ യേശു തന്ന അധികാരത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അതിനെ പൊട്ടിച്ചു വിടുന്നപ്പ, ആ ബന്ധനങ്ങളെ അഴിച്ചു വിടുന്നപ്പ. കുടുംബത്തിൻ്റെ മേൽ തലമുറകൾ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകൾ, മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കൾ, എല്ലാവിധമാകുന്ന അഡീഷനുകളും മാറിപ്പോവട്ടെ. തെറ്റായ ബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ആ അധികാരത്തെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം അത് തുറക്കുന്നപ്പ, ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അത്ഭുതം കാണും, അത്ഭുതം കാണും. കർത്താവ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നപ്പ, മക്കളുടെ വാക്കിനെ അപ്പൻ ഉറപ്പിക്കുന്നതിന് നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി പിതാവ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ചെറിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തുറക്കുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തിയുടെ ചെറിയാൻ്റെ വീടിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്ന ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ട് സീന, SEENA, സീന എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ വേണ്ടി പോകുന്ന സമയമാണ്. ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറയാൻ അവസരമുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും വ്യക്തിപരമായി നിങ്ങൾക്കൊരു മറുപടി തരുവാൻ കഴിയാത്ത പക്ഷം നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. നിങ്ങളുടെ വിത നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഒരു പൈസയും ഒരു നന്മയും നഷ്ടപ്പെട്ടു പോകത്തില്ല, വർദ്ധിക്കും. വിതയ്ക്കുന്നവൻ കൊയ്യും, കളപ്പുരകൾ നിറയും. അമർത്തി കുലുക്കുന്ന ഒരളവ് നിങ്ങളുടെ മടിയിൽ വരും. വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ,
ഉയർച്ച തന്നെ പ്രാപിക്കും. അനുഗ്രഹിക്കുന്നു. യേശുവിനാമത്തിൽ മിറക്കിൾ മണികൾ ഉണ്ടാകട്ടെ, മിറക്കിൾ മണികൾ ഉണ്ടാകട്ടെ, ശേഷിപ്പുകൾ ഉണ്ടാകട്ടെ, എടുക്കും തോറും വർധനമുണ്ട്. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടട്ടെ. അനേക ആത്മാക്കളെ രക്ഷിക്കുവാൻ ഇതൊരു ഇടയായി തീരട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് സാക്ഷ്യമുള്ളവര് ചില സമയം കയറിപ്പോയി. വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ ഒന്നുരുടെ സാക്ഷ്യം കേൾക്കുന്ന, ബാക്കി സാക്ഷ്യം നമുക്ക് നാളെ കേൾക്കാം. സാക്ഷ്യമുള്ളവർ പെട്ടെന്ന് ചുരുക്കം വാക്കുകളിൽ ഒന്ന് രണ്ട് പേരൊന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഒരു മിനിറ്റ് ബ്രദറെ, പറഞ്ഞു. എന്റെ മകൻ കല്യാണം ശരിയായ സമയത്ത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബ്രദർ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വിശ്വാസത്തിൽ വരുന്നതിന് മുന്നാണെങ്കിൽ, ദൈവത്തെ അറിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് പൈസയ്ക്ക് ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? കടം വാങ്ങുമെന്ന് പറഞ്ഞു ഞങ്ങള്. പക്ഷെ ഞാൻ മകന്റെ കല്യാണമൊക്കെ ശരിയായ സമയത്ത് ഞാൻ ദൈവത്തെ നന്നായി അറിഞ്ഞിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ ബ്രദറിന്റെ പ്രയറിൽ നിന്ന് നന്നായി പ്രാർത്ഥനയും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കല്യാണം ശരിയായപ്പോ തൊട്ട് മോൻ പറയും, അമ്മ പൈസക്ക് എന്ത് ചെയ്യും? അപ്പൊ അവൻ പറയും, എനിക്ക് കിട്ടുന്ന ശമ്പളം അല്ലാണ്ട് ഞാൻ ഒന്നും കൂട്ടി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ധനവും മാനവും പുരാതന സമ്പത്തും നമ്മുടെ പിതാവിന്റെ കയ്യിലുണ്ട്. നമ്മൾ അവകാശത്തോടെ ചോദിക്കുക. എന്നും ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ജനുവരിയിൽ അവന്റെ കല്യാണം ഒരു പൈസ പോലും കടം വാങ്ങാതെ ഞങ്ങൾക്ക് ആ വിവാഹം നല്ല രീതിയിൽ നടത്താനായിട്ട് ദൈവം സഹായിച്ചു. ബ്രദറെ, ആ വചനത്തിന്റെ ശക്തി അവിടെ ഞാൻ അറിഞ്ഞു. സാക്ഷ്യമായിട്ട് ഞാൻ പറയാണെന്ന്. നന്ദി കർത്താവേ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ, എന്ന് പറഞ്ഞ പോലെ തന്നെ സാധാരണഗതിയിൽ കടം മേടിക്കുമായിരുന്നു. മോൻ ചോദിച്ചു, കൂടി നമ്മൾ പൈസ ഉണ്ടാക്കും. സിസ്റ്റർ ഉടനെ എന്ത് ചെയ്തു? ആ നന്മ കൊണ്ട് റിലീസ് ചെയ്തു. ദൈവരാജ്യത്തിന്റെ നന്മ നമുക്ക് ലഭിക്കുവാൻ വചനം ഏറ്റവും ആവശ്യമാണ്. അവിടെ പറഞ്ഞു, ധനവും മാനവും പുരാതന സമ്പത്തും അപ്പന്റെ കയ്യിലുണ്ട്, നമ്മൾ മക്കളാണ്. അത് പറഞ്ഞു, ഒരു കടവും ഇല്ലാതെ എല്ലാ നന്മകളും തമ്പുരാൻ തുറന്നു. അപ്പൊ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്മകളെ തുറക്കുക. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അനേകരോട് ഈ സാക്ഷ്യം പറഞ്ഞവരെ ബലപ്പെടുത്തണം. കർത്താവ് അനേകരെ സാക്ഷിയാക്കാൻ ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഒരു മിനിറ്റ്. യൂട്രസിന് താഴെ അങ്ങനെ ഒരു തടിപ്പ് പോലെ അങ്ങനെ കണ്ടു. എനിക്ക് ഉള്ളിൽ ഭയങ്കര പേടി തോന്നി. ഞാൻ ഡോക്ടറോട് പറയാൻ പോയി. ഇന്നലെ ഞാൻ എന്ത് ചെയ്തു? യേശുവിന്റെ തിരുമുറിവിന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഇന്നലെ ഡോക്ടറെ കാണാൻ പോയി. ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, അതൊന്നും പേടിക്കാനുള്ളതല്ല, എക്സസൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. യേശുവേ നന്ദി. നന്ദി കർത്താവ്. പ്രിയസ് പറഞ്ഞ പോലെ തന്നെ ഭയപ്പെട്ടതാണ്. പക്ഷെ കർത്താവ് ഇന്ന് അവിടെ വലിയൊരു വിടുതലിനെ കർത്താവ് ചെയ്തു. ഈ പ്രാവശ്യത്തെ വുമൻസ് മീറ്റിംഗ് നമുക്ക് വെള്ളിയാഴ്ചത്തേക്കുണ്ട്. ഫ്രൈഡേയിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. അത് നമുക്ക് സമയം ഞാൻ നിങ്ങൾക്ക് വീണ്ടും അറിയിക്കാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നാളെ കൂടെ എന്നെ ഓർപ്പിച്ചേക്കണമെന്ന് പറയാൻ വേണ്ടി എല്ലാവരും ഉള്ളപ്പം കുറെ പേര് ലെഫ്റ്റ് ആയിപ്പോയി. സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പിന്നെയും പറഞ്ഞാട്ടെ. പെട്ടെന്ന് പറഞ്ഞു. ഞാന് യേശുനാമത്തിന്റെ മാത്രം ഉണ്ടാവട്ടെ. ഞങ്ങള് വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. മാർച്ച് 5-ാം തീയതി വീട് കാലിയാവണമെന്ന് അവർ പറഞ്ഞു. അപ്പൊ ആകെ ടെൻഷനായി, എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ പെരുവഴിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് അജിത സിസ്റ്ററിനെ ഞാൻ വിളിച്ചിരുന്നു. അജിത സിസ്റ്റർ എനിക്കൊരു വചനം തന്നു. ഞാൻ ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു ഭവനം ഇന്ന് ലഭിച്ചു. ആമേ. നന്ദി കർത്താവ്. ബ്രീസ് പറഞ്ഞ പോലെ തന്നെ വചനത്താൽ അത് തുറക്കുന്നതിന് നന്ദി പറയുന്നു. അപ്പൊ വചനത്തിന്റെ ശക്തി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വചനത്താൽ നമ്മൾ ഓരോന്നും തുറക്കുകയാണ്. ദൈവം ദാനം ചെയ്ത നന്മകളെ നമ്മളിലേക്ക് എത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം തെറ്റായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു റേഷൻ കടയിൽ നിന്നും റേഷൻ കാർഡിലൂടെയാണ് നമുക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന, ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, ദൈവരാജ്യത്തിന്റെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ദാനങ്ങളെ നമുക്ക് അവകാശമായി ലഭിക്കുന്നത് വചനം എന്ന കാർഡിലൂടെയാണ്. വചനം പറഞ്ഞപ്പോൾ അത് ലഭിക്കുവാൻ ഇടയായി തീർന്നു. സഹോദരിമാരെ വചനം പറഞ്ഞു കൊടുത്തു. കർത്താവ് ഇനിയും നന്മകളാൽ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ വേഗത്തിൽ തന്നെ ഒരെണ്ണം കൂടെ സാക്ഷ്യം പറഞ്ഞാട്ടെ. സമയം ഇച്ചിരി മുന്നോട്ട് പോയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യമുണ്ട് ബ്രദറെ. പറഞ്ഞു. ഞാനിന്ന് കാലത്ത് ഇവിടുന്ന്, എനിക്ക് മെഡിക്കൽ സ്റ്റോറാ, കാലത്ത് കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത തലവേദനയായിരുന്നു. ഭയങ്കര തലവേദന. ഞാൻ എന്റെ കടയിൽ കിടന്നു കുറെ നേരം.
പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ മാനുഷിക ചിന്ത പോലെ ഞാൻ ഓർത്തു വേഗം എടുത്തൊരു ഗുളിക കഴിച്ചാലോ എന്ന് ഇങ്ങനെ ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു വേണ്ട. അപ്പൊ ഞാൻ BP ചെക്ക് ചെയ്തു. BP ചെക്ക് ചെയ്തപ്പോ 190 140 അങ്ങനെ ഭയങ്കര ഹൈ BP. അപ്പോഴേക്കും അപ്പോഴും എന്റെ മനസ്സിൽ ഗുളിക. പിന്നെ ഞാൻ ഓർത്തു ഇല്ല, എന്റെ കർത്താവ് അന്ന് ആ മുൾമുടി ആ കർത്താവിന്റെ ശിരസിലേക്ക് വെച്ച സമയത്ത് ആ അനുഭവിച്ച വേദന എനിക്കും കൂടി വേണ്ടിയായിരുന്നില്ലേ കർത്താവേ, എന്റെ ഈ തലയ്ക്കുള്ള വേദന നീ മാറ്റി എന്റെ BP നീ കുറച്ചു തരണം എന്നും പറഞ്ഞ് ഞാൻ അടിപ്പിണരാൽ പൂർണ്ണ സൗഖ്യം പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഉച്ച വരെ ഞാൻ അങ്ങനെ ചെയ്തു. ഉച്ച കഴിഞ്ഞ് നോക്കിയപ്പോ ആ തലവേദനയില്ല, BP ലോ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് 9 മണിന്റെ പ്രയറിൽ ഞാൻ സാക്ഷിയാവും, എന്റെ കർത്താവ് എന്നെ സാക്ഷിയാക്കി നിർത്തും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഉച്ചയായപ്പോഴേക്കും എന്റെ തലവേദന എല്ലാം മാറി. BP ഇപ്പൊ എനിക്കൊരു പ്രശ്നമില്ല ബ്രദറെ. ഞാൻ സോ ഹാപ്പി. ആമേൻ. കർത്താവെ അങ്ങ് വിടുവിച്ച കൃപയ്ക്ക് നന്ദി. ബ്രേസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം അതിശയത്തിന്റെ ദൈവമാണ്. അങ്ങ് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവിന്റെ നാമത്തെ തക്ക സമയത്ത് അത് പ്രയോഗിക്കുവാൻ, വചനത്തെ ഉപയോഗിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, എനിക്കൊരു സാക്ഷ്യം ഉണ്ട് പറയാനായിട്ട്. ബ്രദർ ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിക്കുന്നത്. എനിക്ക് ഒരു ആലോചന എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അഡ്രസ്സിൽ മേലെ ദൈവം വലിയൊരു അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ബ്രദറിന് ഷെയർ ചെയ്തു നേരത്തെ ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഒരു ആധാരം കൈ കിട്ടുന്നതിനെ പറ്റിയിട്ട്. അതിൽ ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. കഴിഞ്ഞ ദിവസം വേറൊരു ആലോചന എനിക്കുണ്ടായിരുന്നു, ഒരു ലെറ്റർ പോസ്റ്റ് വഴിയോ ഇമെയിൽ വഴിയോ വരുന്നു എന്നുള്ളത്. പക്ഷേങ്കില് അത് വരാതെ വണ്ണം നേരിട്ട് കയ്യിൽ കിട്ടിയത്. കാരണം ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങൾക്ക് പട്ടയമായിട്ട് ലഭിക്കാനായിട്ട് ദൈവം അത്ഭുതം ചെയ്തു. അതിനോർത്ത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ വന്നതിന് ശേഷമാണ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാനും ആ വിശ്വാസം ദൈവത്തിന് ഉണ്ടാകാനും ഒക്കെ ദൈവം സഹായിച്ചു. ഒത്തിരി നന്ദി ബ്രദർ. അതുപോലെ തന്നെ ഇന്നത്തെ ആലോചനയില് എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല. പണ്ട് ഞങ്ങളുടെ പപ്പയും മമ്മിയും ഒക്കെ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അടുത്ത വീട്ടുകാരുമായിട്ട് ഒരു വഴിത്തർക്കം വന്നിട്ട് അവര് വസ്തു മതില് കയറ്റി പണിതു. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്ന് ആ മതില് രണ്ടായിട്ട് ഇങ്ങനെ പിളർന്ന് നിൽക്കുവാണ്. അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. പക്ഷെ അത് ആ ആലോചന ഞാൻ ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അതിനെ ആമേൻ പറയുന്നു ബ്രദർ. താങ്ക് യു. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ പോലെ തന്നെ കർത്താവ് ആലോചനയിൽ വിശ്വസ്തനാണ്. കേട്ട ആലോചന പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അത് ലഭിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം കൊടുത്ത വിടുതലിന് നന്ദി, ദൈവം കൊടുത്ത അത്ഭുതത്തിന് നന്ദി. കർത്താവ് ഇനിയും സിസ്റ്ററെ പ്രവർത്തിക്കും. ഇനിയും നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സാക്ഷ്യമാക്കി സ്വർഗം അത് മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. താങ്ക് യു ബ്രദർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ഇന്നലെ പറഞ്ഞു. ഞാന് പണ്ട് ഞാൻ ഇവിടെ കോട്ടയത്ത് വന്നപ്പോ ഒരു സാക്ഷ്യം പറഞ്ഞു. ഒരു സിസ്റ്റർ കൈ ഞാൻ കൊഴുതാഹം കുത്തിയിട്ട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാറിപ്പോയ കാര്യം പറഞ്ഞില്ലേ. ആ സിസ്റ്റർ ഹസ്ബൻഡ് ഒന്ന് മരിച്ചുപോയി. ഞാൻ ഒരു ദിവസം വയനാട് പോയപ്പോൾ അവർക്ക് ആ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ്. അപ്പൊ ഹസ്ബൻഡ് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് ഇന്നും അവരുടെ ഹസ്ബൻഡിന്റെ സിസ്റ്റർമാരൊക്കെ കൂടിയിട്ട് ഭയങ്കര വഴക്ക് കൂടുക ഈ സിസ്റ്ററോട്. ഈ മിനി എന്ന് പറഞ്ഞ സിസ്റ്ററോട് എന്നും അവരെ ഭർത്താവിന്റെ അപ്പച്ചനുണ്ട്. ആ അപ്പച്ചനും കുടുംബത്തിന് ഭയങ്കര വഴക്ക്. ഇപ്പം ആ മിനി എന്ന് പറഞ്ഞ സിസ്റ്ററും അവരെ ഭർത്താവിന്റെ അപ്പച്ചനും മാത്രമേ ഉള്ളൂ ആ വീട്ടില്. എന്നിട്ട് എല്ലാവരും കൂടി ഇവരെ ഭയങ്കരമായിട്ട് വഴക്ക് കൂടുക, ഒറ്റപ്പെടുത്തുക, എന്നിട്ട് എന്നും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഇവർ തമ്മിൽ വഴക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്നേഹത്തിൽ സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പിന്നെ അപ്പച്ചനോട് സ്നേഹത്തോടെ സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ന് പാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ലാസർ മടി കിടക്കുന്നതായിട്ട് ദർശനം കണ്ടതുപോലെ അങ്ങനെ കണ്ടതുപോലെ തന്നെ അപ്പച്ചൻ പിന്നെ സ്വർഗത്തിൽ കിടക്കുന്നത് മകൻ വിശ്വാസത്തിൽ വന്നില്ല, വരാതെ തന്നെയാണ് മരിച്ചത്. അപ്പൊ മകൻ കാണുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ദർശനം കണ്ടു. അപ്പൊ ഞാൻ ആ വചനം പറഞ്ഞു കൊടുത്ത് അപ്പച്ചനോട് സ്നേഹിക്കണം, അപ്പച്ചനെ ഒത്തിരി സ്നേഹിച്ച് പറഞ്ഞു കൊടുത്ത് വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് അപ്പച്ചനെ മാറ്റിയെടുക്കണം. അപ്പൊ അതുപോലെ സ്നേഹിക്കാൻ തുടങ്ങി. ഇപ്പൊ കുടുംബത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഞാൻ എനിക്കറിയില്ല, എനിക്ക് വചനങ്ങൾ തന്നെ വായി വന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്ററോട് പറയുമ്പോൾ ആ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല ഉറപ്പിച്ചു കൊടുത്ത് ഇപ്പൊ അപ്പച്ചനും മോളുമായിട്ട് നല്ല സ്നേഹത്തിലായി. അങ്ങനെ ഇപ്പൊ കുടുംബത്തിൽ സമാധാനം വന്നു.
നന്ദി കർത്താവ്. പ്രിയസ് പറഞ്ഞ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ പ്രിയ സൗരി എന്ത് ചെയ്തു? യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സമാധാനത്തിന്റെ വചനത്തെ എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് കർത്താവ് ഇന്ന് കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വലിയ സമാധാനത്താൽ ദൈവം നിറച്ചു, വലിയ സന്തോഷത്താൽ ദൈവം നിറയ്ക്കുവാൻ ഇടയായിത്തീർന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇനിയും അനേകരോട് കർത്താവിന്റെ വചനം പറയുക, അനേകരെ ബലപ്പെടുത്തുക, തകർന്ന ഭവനങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുക. തൽക്കാലത്തേക്ക് നമ്മുടെ സാക്ഷ്യങ്ങൾ ഇപ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. നിങ്ങൾ സാക്ഷ്യം പറഞ്ഞുള്ള നാളെ നമുക്ക് ഉള്ള അവസരങ്ങളും സമയമുണ്ട്. ഇച്ചിരി നേരത്തെ ഇച്ചിരി പോയാലും കുഴപ്പമില്ല, സാക്ഷ്യത്തിന് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ സാക്ഷ്യമുള്ളവർ നാളെ നിങ്ങൾക്ക് പറയാൻ അവസരമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം നാളെ നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ കൃപകളാൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസത്തെ പോലെ ഇന്ന് സാക്ഷ്യം ഒരു വ്യക്തി പോലും പറയാതിരിക്കരുത്, നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ഒറ്റ സാക്ഷ്യം അടുത്തൊരു വ്യക്തിക്ക് ഒരു അവസരമായിട്ട് കാണണം. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. യൂട്യൂബിലെ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രയറിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിലൂടെ എല്ലാ ദിവസവും നടക്കുന്ന ഇന്ത്യൻ സമയം 9 മണി നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കുചേരാം. ദൈവം നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുവാൻ ഇടയായിത്തീരും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സാക്ഷ്യത്തിന് നന്ദി പറയുന്നപ്പ. നന്ദി പിതാവേ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രഖ്യാപനം